Hello, good afternoon. Good afternoon, Miss. Good afternoon. പറയൂ ആരെങ്കിലും എന്താ അവിടെ ആരെങ്കിലും ഓണാക്കി വെച്ചിട്ട് പോയോ അല്ലെങ്കിൽ? ഇല്ല. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഹലോ ഹലോ സൗണ്ട് ഇല്ലല്ലോ. സോറി ഇനി ഒന്ന് പറഞ്ഞു നോക്കിയേ. ഗുഡ് ആഫ്റ്റർനൂൺ. Yes. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ഇവിടെ ആരോ സൗണ്ട് കുറച്ച് വെച്ചിരിക്കുന്നു, എനിക്ക് കേൾക്കണ്ടായില്ല കേട്ടോ, അതുകൊണ്ടാണ്. യെസ്, ഓക്കെ. ഓക്കെ, നമ്മൾ എവിടെ വരെ എടുത്തു വല്ല ഓർമ്മയുണ്ടോ? എവിടെ വരെ എടുത്തു? മാനേജ് ഗ്രീവൻസ് എഫക്ട്സ് ഓഫ് ഗ്രീവൻസ് മാനേജേഴ്സ് വരെ. പേജ് നമ്പർ ഒന്ന് പറയുമോ? എനിക്ക് പേജ് നമ്പർ വെച്ച് സെർച്ച് ചെയ്യാം. പേജ് നമ്പർ ഒന്ന് പറഞ്ഞേട്ടാ. എൻ്റെ 42. 42 ആണ്. ഇഫക്ട്സ് ഓഫ് ഗ്രീവിയൻസിന്റെ മാനേജേഴ്സ് വരെ എടുത്തോളാം. അവിടെ വരെ എടുത്തു. അടുത്ത പോർഷൻ അല്ലേ എടുക്കണ്ടേ? ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ അല്ലേ? അതിന്റെ ഒരു പാരഗ്രാഫ് പറഞ്ഞതായിട്ടാണ് എന്റെ ഒരു ഓർമ്മ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പേജ് നമ്പർ ഒന്ന് പറയൂ. 42 ആണ്. കഴിഞ്ഞ ദിവസം 42 അല്ലല്ലോ നിങ്ങൾ പറഞ്ഞേ? എൻ്റെ അങ്ങനെയാണ് 42 എന്നാണ് കിടക്കണേ. ആണോ? ഇതിന്റെ എടുത്തതിന്റെ പ്രശ്നമാണോന്ന് അറിയില്ല. അയ്യോ, ഇതിനകത്ത് വേറെ നമ്പർ ആയിട്ടാ കിടക്കണല്ലോ. കഴിഞ്ഞ ദിവസം എന്നോട് വേറെ നമ്പർ പറഞ്ഞല്ലോ. 131 അല്ലേ? നോക്കട്ടെ. അതെ അതെ, ആ നമ്പറാ പറഞ്ഞത് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത് വേറെ നമ്പറിലായിരിക്കും പറഞ്ഞത്. ഓക്കെ, സോ ഇപ്പൊ കിട്ടി. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം ഗ്രീവാൻസുകളുടെ എഫക്റ്റ് അതാരെയൊക്കെയാണ് ബാധിക്കുക, അല്ലെങ്കിൽ എന്തിനെയൊക്കെ ബാധിക്കുന്നത് നമ്മൾ പറഞ്ഞു. പ്രൊഡക്ഷനെ എഫക്റ്റീവ്, അതായത് നമ്മുടെ ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് പരസ്പരം അവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ്, ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പരിഹരിക്കപ്പെടാതെ ഇങ്ങനെ ബിസിനസിന്റെ ഓർഗനൈസേഷന്റെ ഓപ്പറേഷൻസ് നടത്തിക്കൊണ്ട് പോകുമ്പോൾ അതിന്റെ പ്രൊഡക്ടിവിറ്റി കുറയും അല്ലെ? എല്ലാ രീതിയിലുള്ള പ്രൊഡക്ടിവിറ്റി, ഓർഗനൈസേഷന്റെ ഓവറോൾ പ്രൊഡക്ടിവിറ്റി കുറയും. ആൻഡ് ഓൾസോ എംപ്ലോയീസ് അവർ നൽകാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഔട്ട്പുട്ട് അവർക്ക് കൊടുക്കാൻ പറ്റില്ല, അവരുടെ പ്രൊഡക്ടിവിറ്റിയും കുറയുന്നുണ്ട്. അതുപോലെ തന്നെ എംപ്ലോയീസിനെയും അത് എന്ത് ചെയ്യുന്നുണ്ട്, കാര്യമായി ബാധിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഗ്രീവൻസുകൾ പരിഹരിക്കപ്പെടാതെ വരുമ്പോൾ അവർക്ക് എന്താ പറയാ, ഓർഗനൈസേഷനിൽ വന്ന് വർക്ക് ചെയ്യാനുള്ള മടി, അപ്പൊ ഒരുപാട് ലീവ് ആബ്സെന്റീസം വരും. അതുപോലെ തന്നെ കുറെ പേര് ഒഴിഞ്ഞു പോകും, ജോലി ചെയ്യാൻ താല്പര്യമില്ല. കാരണം നമ്മൾ എന്തെങ്കിലും അവകാശങ്ങൾ നമ്മളുടേതായ രീതിയിൽ ഉന്നയിക്കുമ്പോൾ ഇഫ് ഇറ്റ് ഈസ് നോട്ടീസ്ഡ്, മാനേജ്മെന്റ് അത് ശ്രദ്ധിക്കുന്നില്ല, അതിനുള്ള പരിഹാരം തരുന്നില്ല എങ്കിൽ അത് നമ്മൾ എന്താ പറയാ, ഓർഗനൈസേഷൻ വർക്ക് ചെയ്യാൻ എംപ്ലോയീസിന് താല്പര്യം കാണില്ല. അപ്പൊ കുറെ പേരൊക്കെ കൊഴിഞ്ഞു പോകും. അതൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ മാനേജേഴ്സിനെയും ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോ എന്താ പറയാ, അവര് തമ്മിലുള്ള ആ ഒരു സുപ്പീരിയർ അതുപോലെ തന്നെ സബോർഡിനേറ്റ് ആ റിലേഷൻ അതിന്
നെഗറ്റീവായിട്ട് ഇഫക്റ്റ് ചെയ്യും. അത് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മളും നമ്മുടെ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള അവരും തമ്മിലുള്ള ആ ഒരു നല്ല ബന്ധം അവിടെ ഇല്ലാണ്ടാകും അല്ലെ. അതുപോലെ തന്നെ ഇൻഡിസിപ്ലിൻഡ് ആയിരിക്കും, ഡിസിപ്ലിൻ ഒന്നും ഉണ്ടാകില്ല. കാരണം അവരുടെ ആവശ്യങ്ങൾ താല്പര്യങ്ങൾ നിലനിർത്താതെ അല്ലെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യാതെ വരുമ്പോൾ തോന്നിയ രീതിയിൽ വരിക, മാനേജ്മെന്റ് പറയുന്ന എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ചിലപ്പോൾ ഫോളോ ചെയ്യണം എന്നില്ല. അപ്പൊ അവരില് ഇൻഡിസിപ്ലിൻ, അതായത് അച്ചടക്ക പാലനമൊക്കെ ലംഘിക്കും അവര്. അതുപോലെ തന്നെ പല രീതിയിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകും, പല ഡിസ്റ്റർബൻസുകൾ മനഃപൂർവ്വമൊക്കെ തന്നെ ഉണ്ടാകും, അറിഞ്ഞില്ല എന്നുള്ള രീതിയിലൊക്കെ മാനേജ്മെന്റിനെ ദേഷ്യം പിടിപ്പിക്കാൻ. എന്നുവെച്ചാൽ നമ്മളുടെ റിയാക്ഷൻസ്, നമ്മളുടെ വീട് നമ്മളൊന്ന് ആലോചിക്കും, നമ്മളുടേതായ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് നടപ്പിലാക്കി തരാതെ വരുമ്പോൾ നമ്മൾ അത് പ്രതികരിക്കുന്നത് നമ്മളുടെ ചില പ്രവർത്തികളിലൂടെയാണ്. അപ്പൊ നമ്മൾ ആ വെറുപ്പ് അല്ലെങ്കിൽ വിദ്വേഷമൊക്കെ നമ്മളുടെ പ്രവർത്തിയിൽ കാണിക്കും, അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം അല്ലെ. അതുപോലെ തന്നെ സൂപ്പർവിഷൻ ഒക്കെ അപ്പൊ കൂടുതൽ വേണ്ടി വരും. എന്ന് വെച്ചാൽ മാനേജേഴ്സ് ഒക്കെ എപ്പോഴും ആളുകളെ മോണിറ്റർ ചെയ്യണം, എംപ്ലോയീസിനെ അവർ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ടോ, അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ്, അവരെ കൺട്രോൾ ചെയ്യണം, ഫോളോ അപ്പ് ചെയ്യണം. ഇതൊക്കെ എന്തായാലും ഏത് ഗ്രീവൻസും ഇഫ് ഇറ്റ് ഈസ് നോട്ട് സോൾവ്ഡ്, ആ തരത്തിലുള്ള സൊല്യൂഷൻസ് അതിന് നല്ല രീതിയിൽ കണ്ടെത്തി കൊടുത്തില്ലായെങ്കിൽ അത് പ്രൊഡക്ഷനെയും മാനേജേഴ്സിനെയും എംപ്ലോയീസിനെയും അഫക്ട് ചെയ്യുമെന്നാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി സോൾവ്ഡ്. എന്ത് ചെയ്യണം? ഗ്രീവൻസുകളെ നമ്മൾ എന്ത് ചെയ്യണം? ശരിയായ രീതിയിൽ പരിഹരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ. അതായത് നമ്മളുടെ ഇത്തരം ഗ്രീവൻസുകളെയൊക്കെ എങ്ങനെ പരിഹരിക്കും അതിനു വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ. ഇതൊരു ഫോർമൽ ഒഫീഷ്യൽ സിസ്റ്റമാണ്. അതായത് ഹൗ ടു ഡീൽ വിത്ത് ദ എംപ്ലോയീസിനെ എങ്ങനെ അവരുടെ ഗ്രീവൻസുകളെ നമ്മൾ പരിഹരിക്കും അതിനു വേണ്ടിയിട്ടുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു സിസ്റ്റം, ആ ഒരു പ്രൊസീജിയർ, അതിനെയാണ് നമ്മൾ ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ എന്നോ ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ എന്നോ പറയുക. ഇതിന് വേണ്ടിയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യണം. എന്തൊക്കെയാണ്? ഗ്രീവൻസ് മനസ്സിലാക്കണം, അതിനായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ എന്താണെന്ന് നമ്മൾ ചിന്തിച്ചോ അല്ലെങ്കിൽ അന്വേഷിച്ചോ അല്ലെങ്കിൽ റെഫർ ചെയ്തോ ഒക്കെ കണ്ടുപിടിക്കണം. അതനുസരിച്ച് അത് നടപ്പിലാക്കണം. അങ്ങനെ ഒരുപാട് സ്റ്റെപ്സ് ഇതിനകത്തുണ്ട്. ഒറ്റയടിക്ക് നമുക്കിത് സോൾവ് ചെയ്യാൻ ചില പ്രശ്നങ്ങൾ പറ്റില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിലും വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഗ്രീവൻസുകൾ അത് അതിന്റെ ഏർലിയർ സ്റ്റേജിൽ തന്നെ, അറ്റ് ദ ബിഗിനിങ് സ്റ്റേജിൽ തന്നെ അത് കണ്ടെത്തി ഐഡന്റിഫൈ ചെയ്ത് ഇറ്റ് ഷുഡ് ബി സോൾവ്ഡ്. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും? വെറുതെ വലിയ കുഴപ്പത്തിലേക്ക് പോകാതിരിക്കും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം, അതിന്റെ ഒരു പ്രൊസീജിയർ, അതിനെയാണ് നമ്മൾ ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയർ അല്ലെങ്കിൽ ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ എന്ന് വിളിക്കുക. രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. സോ ദ മാനേജ്മെന്റ് ഫോർ ഇഫക്റ്റീവ്ലി മേക്ക് സം സ്റ്റെപ്സ് ഫോർ റീഡ്രസൽ, ഇതുപോലെയുള്ള ഗ്രീവൻസുകളുടെ ഒക്കെ പരിഹാര മാർഗങ്ങൾ അറ്റ് ദ ബിഗിനിങ് സ്റ്റേജിൽ തന്നെ എന്ത് ചെയ്യണം? നമ്മുടെ മാനേജ്മെന്റ് അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ എടുക്കണം. എന്നാൽ മാത്രമേ എംപ്ലോയീസിന്റെ ഗ്രീവൻസുകൾ നമുക്ക് ഇല്ലാതാക്കാനും നമ്മുടെ ഓർഗനൈസേഷന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി അവരെ എംപ്ലോയീസിനെ പ്രാപ്തരാക്കാനും ഒക്കെ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ ഇറ്റ് ഈസ് എ വാല്യുബിൾ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് മാനേജ്മെന്റ്. അപ്പൊ മാനേജ്മെന്റിന്റെ ഭാഗത്തുള്ള ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഏറ്റവും വിലപിടിപ്പുള്ള ഒരു ടൂളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എംപ്ലോയീസിന്റെ ഈ പറയുന്ന ഗ്രീവൻസുകളൊക്കെ ഹാൻഡിൽ ചെയ്യുക. ആൻഡ് ഓൾസോ ചെക്ക് റെലവന്റ് അനലിറ്റിക്കൽ ഇൻഫർമേഷൻ, അതിനു വേണ്ടിയിട്ട് അവരുടെ ആവശ്യമായ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ മറ്റൊക്കെ തേടുക. ഓർഗനൈസേഷന്റെ കണ്ടീഷൻസ് ഒക്കെ മനസ്സിലാക്കി അതനുസരിച്ച് റീഡ്രസൽസ് നടത്തുക. ഗ്രീവൻസുകളുടെ റീഡ്രസൽ പരിഹാരം. അപ്പൊ ഓരോ സ്റ്റേജിലും അത് മാനേജ്മെന്റിന്റെ ഡ്യൂട്ടിയാണ് ഇതെല്ലാം കണ്ടെത്തുക എന്നുള്ളത്. ഓക്കെ, ഇനി ഒരു ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് ഇഫ് യു ആർ കൺസിഡറിങ് എ ലാർജ് ഓർഗനൈസേഷൻ, വലിയ ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിലേ അവിടെ ദർ വിൽ ബി ലോട്ട് ഓഫ് എംപ്ലോയീസ്, ഒരുപാട് ആളുകൾ ജോലിക്കാരൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ എന്താണ് അതിന്റെ ആ ഒരു റീഡ്രസൽ പ്രൊസീജിയറിന്റെ മാത്രമല്ല ഒരുപാട് ലെവൽ ഓഫ് ടോപ്പ് മാനേജ്മെന്റ്, പിന്നെ അതിന്റെ താഴെ, പിന്നെ അതിന്റെ താഴെ, അങ്ങനെ ഒരുപാട് എംപ്ലോയീസ് ഓരോ ലെവലിൽ ഹൈറാർക്കി മോഡൽ എന്ന് പറഞ്ഞാൽ ആ ഒരു അധികാര ശ്രേണി അനുസരിച്ച് ഒരുപാട് എംപ്ലോയീസ് ചില വലിയ ഓർഗനൈസേഷൻസിലാണെങ്കിൽ ഉണ്ടാകും. അങ്ങനെ വരുമ്പോ ഇവിടെ അത്തരം എന്താ പറയാ ഓർഗനൈസേഷനിൽ ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന പ്രൊസീജിയർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടും നടത്തേണ്ടതാണ് ലാർജ് ഓർഗനൈസേഷനിൽ. കാരണം എന്താ, അവിടെ കൂടുതൽ എംപ്ലോയീസ് ഉണ്ട്. അവരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ എന്താ പറയാ പകർന്ന് വലിയ ടോപ്പിലേക്ക് അറ്റം വരെ എത്തി വെറുതെ ഒരു കുഞ്ഞു പ്രശ്നത്തെ ചിലപ്പോ എന്താ പറയാ പരിഹരിക്കാതെ അവിടെ ഇട്ടിട്ട് വലിയ നിലയിൽ വരെ ടോപ്പ് ലെവലിലേക്ക് വരെ എത്തിക്കുന്നതിനേക്കാൾ നല്ലത്
അത് ചെറിയതിലെ തന്നെ എന്ത് ചെയ്യുക, പരിഹരിക്കുന്നത്. അപ്പൊ വലിയ വലിയ ഓർഗനൈസേഷൻസിന് ഒത്തിരി ഹൈറാർക്കിക്കൽ ലെവൽ കൂടുതലാണ്. ആൻഡ് ഓൾസോ ദർ വിൽ ബി എ നമ്പർ ഓഫ് എംപ്ലോയീസ്, അവിടെ ഒരുപാട് ജോലിക്കാരുണ്ടായിരിക്കും. തീർച്ചയായിട്ടും അത്തരം വലിയ വലിയ ഓർഗനൈസേഷനിൽ എന്ത് ചെയ്യണം, നമ്മുടെ ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയേഴ്സ് എസെൻഷ്യൽ ആയിട്ടും വളരെ അത്യാവശ്യമായിട്ട് നടക്കേണ്ടതാണ്. അതേസമയം സ്മോൾ ഓർഗനൈസേഷൻസിലാണെങ്കിലോ ദർ വിൽ ബി ലെസ് നമ്പർ ഓഫ് എംപ്ലോയീസ്, അവിടെ ആളുകളുടെ എണ്ണം കുറവാണ്. അതുപോലെ തന്നെ അവിടെ എന്താ പറയാ, റീഡ്രസൽ പ്രൊസീജിയർ ഒക്കെ പെട്ടെന്ന് നടത്താനും പറ്റും. അധികം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. അത് നമുക്ക് സാധാരണഗതിയിൽ അങ്ങനെ തന്നെയാണ്. ഓക്കെ, മാത്രമല്ല കുറച്ച് എംപ്ലോയീസ് ഒക്കെ ഉള്ളൂവെങ്കിൽ അവരെയൊക്കെ നമുക്ക് എളുപ്പത്തിൽ കോൺടാക്ട് ചെയ്യാം, അവരെ കുറിച്ച് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാം, അവരുടെ നീഡ്സ് എന്താണ്, അവരുടെ ഗ്രീവൻസുകൾ എന്താണ്. സോ ഓൾ ദീസ് procedures can be done easily and also grievance procedure can be reduced. അത്തരം പ്രൊസീജിയേഴ്സ് വളരെ കുറച്ച് സ്റ്റെപ്പ് കൊണ്ട് വേഗം തന്നെ എന്ത് ചെയ്യാൻ പറ്റും, പരിഹരിക്കാനും പറ്റും. അപ്പൊ ഈ രണ്ട് രീതിയിലുള്ള ഓർഗനൈസേഷനിലും വ്യത്യസ്ത രീതിയിലാണ്. ഒത്തിരി വലിയ ഓർഗനൈസേഷൻ ആകുമ്പോൾ അവിടെ ഒത്തിരി എംപ്ലോയീസ് ഉണ്ട്, ഹൈറാർക്കിക്കൽ ലെവൽ കൂടുതലാണ്. സോ വളരെ എസെൻഷ്യൽ ആയിട്ടും അവിടുത്തെ ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് നന്നായിട്ട് നടക്കണം. സ്മോൾ ഓർഗനൈസേഷൻസിലാകുമ്പോൾ നമ്പർ ഓഫ് എംപ്ലോയീസ് കുറവാണ്. അവരെ ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് അവരോട് പോയി കാര്യങ്ങൾ അന്വേഷിക്കാം, ഇൻഫർമേഷൻസ് അവരെ കോൺടാക്ട് ചെയ്ത് അവരിൽ നിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം, അറിയാം, ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഗ്രീവിയൻസ് പ്രൊസീജിയർ എന്ന് പറയുന്നതിന്റെ ആ ഒരു തീവ്രത അതങ്ങ് വളരെ കുറവായിരിക്കും. കുറച്ച് വേഗം നമുക്കത് നടത്താൻ പറ്റും. ഇതാണ് രണ്ടു തമ്മിലുള്ള വ്യത്യാസം. ക്ലിയർ ആയോ? ആ ഒരു കുറച്ച് കുഞ്ഞു 2-3 പാരഗ്രാഫുകളേ ഉള്ളൂ. ക്ലിയർ ആയിട്ടുണ്ടാകുമല്ലോ. ആദ്യത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം ആ പാരഗ്രാഫിലെ. ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ or grievance redressal procedure is a formal system for dealing with employees grievances. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. അതിനുശേഷം അണ്ടർലൈൻ ചെയ്യേണ്ടത് മൂന്നാമത്തെ പാരഗ്രാഫിലെ ആ ചെറിയ സെന്റൻസ് ആണ്. A grievance handling procedure is essential in a large organization because the number of employees and the hierarchical level are more. കൂടുതൽ എന്താ പറയാ, അധികാര ശ്രേണി ഇങ്ങനെ നിലയായിട്ട് ഇങ്ങനെ കുറെ ഉണ്ട്. ഏറ്റവും ബോട്ടം ലെവല്, അതിന്റെ മുകളിലുള്ള ആളുകൾ, അതിന്റെ മുകളിലുള്ള എംപ്ലോയീസ്, ഏറ്റവും ടോപ്പ് ലെവൽ വരെ കുറെ ലെവൽസ് കൂടുന്നതോറും എന്താണ് പറ്റുക, അവിടെ കൂടുതൽ ഗ്രീവിയൻസ് ഹാൻഡ്ലിങ്ങിന്റെ പ്രൊസീജിയേഴ്സ് നല്ല എസെൻഷ്യൽ ആയിട്ട് നടക്കണം. ആ സെന്റൻസ് ഓക്കെ. ഇനി അടുത്തത്, ഇൻ സ്മോൾ ഓർഗനൈസേഷൻ നോളജ് ആൻഡ് കോൺടാക്ട് ഈസ് പോസിബിൾ ടു എ ലാർജർ എക്സ്റ്റെന്റ്. നമുക്കറിയാം ചെറിയ ഓർഗനൈസേഷൻസിലാകുമ്പോൾ അവിടെ എംപ്ലോയീസിനെ കുറിച്ച് വ്യക്തിപരമായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടോ എല്ലാവരെയും തമ്മിൽ അറിയാം, അവര് ഇടയ്ക്കിടയ്ക്ക് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രീവിയൻസ് പ്രൊസീജിയർ വളരെയധികം കുറവ്, അതിന്റെ ആ ഒരു ഫോർമൽ ഗ്രീവിയൻസ് പ്രൊസീജിയേഴ്സ് വളരെ കുറവായിരിക്കും. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഇൻ എ സ്മോൾ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് കിട്ടിയോ? 3 സെന്റൻസ് ആണ് 4 പാരഗ്രാഫിലായിട്ട് ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, യെസ്. ഇനി നമുക്ക് എന്താണ് അടുത്തത് പഠിക്കാനുള്ളത്? വിച്ച് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്. ഗ്രീവൻസ് ഹാൻഡ്ലിംഗില് എന്താ പറയാ ഉൾപ്പെട്ടിരിക്കുന്ന കുറച്ച് സ്റ്റെപ്പുകളാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ലെവല് കൂടുന്നതും എന്ന് വെച്ചാൽ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാകുമ്പോൾ അവിടെ ഗ്രീവൻസുകളെ, എംപ്ലോയീസിന്റെ പ്രശ്നങ്ങള്, അതിന് പരിഹാരം കണ്ടെത്തുക എന്നുള്ള പ്രൊസീജിയേഴ്സിന്റെ ആ ലെങ്തും കൂടും, അതിന്റെ ആഴം കൂടും, എല്ലാം കൂടും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ലാർജ് ഓർഗനൈസേഷനെ സംബന്ധിക്കുന്ന ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഒരു ഗ്രീവൻസുകളെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ എടുക്കേണ്ട നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ, സ്റ്റെപ്സ്. സോ ദീസ് ആർ ദ ഫോളോയിങ്. ഒരു ഫ്ലോ ചാർട്ട് പോലെ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഫ്ലോ ചാർട്ട് എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ചെറുത് തെറ്റിച്ചു തരും, എന്നിട്ട് ഇതിലേതാ കറക്റ്റ് എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്, ഓർക്കുക. ഓക്കെ, അപ്പൊ എന്താണ് വിച്ച് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ? ഫസ്റ്റ് ഓഫ് ഓൾ, ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്രീവൻസസ്. അതിന്റെ എക്സ്പ്ലനേഷൻ താഴെയുണ്ട്, അതുകൊണ്ട് നമുക്ക് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ജസ്റ്റ് ഇപ്പൊ ഇതൊന്ന് എക്സാം നിങ്ങളുടെ കറക്റ്റ് ടൈമിങ്ങിലെല്ലാം ഉണ്ടാകും, നിങ്ങളുടെ കോഴ്സിന്റെ ഡ്യൂറേഷനും അതൊക്കെ വെച്ചിട്ട് കേട്ടോ. Identification of grievances, define correctly, data collection, analyze and solve, prompt redressal, implementation and follow up. ഇതൊക്കെയാണ് ഈ 6 സ്റ്റെപ്പുകളാണ് നമ്മുടെ ഗ്രീവൻസ് ഹാൻഡ്ലിംഗിൽ ഉള്ളത്. അപ്പൊ എന്തൊക്കെയാ? ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്രീവൻസസ്. ഗ്രീവൻസ് എന്താണെന്ന് അറിയില്ല, അത് അടുത്ത എന്താ പറയാ എക്സ്പ്ലനേഷൻ ആണ് ഇത് തൊട്ട് താഴെ വന്നേക്കണേ, അന്നേരം നമ്മൾ ഡിഫൈൻ ചെയ്യും. അടുത്തത്, ഡിഫൈൻ ദ ഗ്രീവൻസ് കറക്റ്റ്ലി. എന്താണോ ഒരു ഗ്രീവൻസ്, എന്താണ് പ്രശ്നം എന്നുള്ളത് കൃത്യമായി ഡിഫൈൻ ചെയ്യുക. ഡാറ്റ കളക്ഷൻ, അനലൈസ് ആൻഡ് സോൾവ്, പ്രോംപ്റ്റ് റീഡ്രസലാണ്. പ്രോംപ്റ്റ് എത്രയും പെട്ടെന്ന് നടപടി റീഡ്രസലിന് വേണ്ടി, പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ആൻഡ് ഇംപ്ലിമെന്റേഷൻ ആൻഡ്
ഫോളോ അപ്പ് അത് നടപ്പിലാക്കുക, എന്നിട്ട് ഫോളോ അപ്പ് നടത്തുക. സോ ലെറ്റ്സ് സീ ഇൻ ഡീറ്റെയിൽ വിച്ച് ആർ ദ സ്റ്റെപ്സ് ഇൻ ഗ്രീവിയൻസ് റീഡ്രസൽ ഹാൻഡ്ലിംഗ്. അപ്പൊ ഈ ഗ്രീവിയൻസ് റീഡ്രസൽ ഹാൻഡ്ലിംഗ് പ്രൊസീജിയേഴ്സിനകത്ത് വരുന്ന സ്റ്റെപ്പുകൾ നമ്മൾ 6 പോയിന്റ് വൈസ് ഫ്ലോ ചാർട്ടിൽ കണ്ടു. ഇനി അതെന്തൊക്കെയാണ് എന്ന് വിശദീകരിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്താ നമ്മൾ പറഞ്ഞ ഐഡന്റിഫിക്കേഷൻ ഓഫ് grievances. So the grievances of the employees should be informed or it should be recognized by the management whether it is disclosed or not. അതായത് ഇപ്പൊ എംപ്ലോയീസിന്റെ ഇടയിൽ എന്തെങ്കിലും തരത്തിലുള്ള മാനേജ്മെന്റിനെതിരെ നമ്മുടെ ഓർഗനൈസേഷനെതിരെ എന്തെങ്കിലുമൊക്കെ പരാതികളോ പരിഭവങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അവര് നമ്മളോട് നേരിട്ട് മാനേജ്മെന്റിനോട് ഇവൺ ഇഫ് ദേ ഹാവ് നോട്ട് ഡിസ്ക്ലോസ്ഡ് നേരിട്ട് നമ്മളെ അറിയിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ മാനേജ്മെന്റ് എങ്ങനെ അത് ഐഡന്റിഫൈ ചെയ്യാം? അതായത് മാനേജ്മെന്റ് എംപ്ലോയീസുമായിട്ട് നല്ലൊരു എന്താ പറയാ ടു വേ കമ്മ്യൂണിക്കേഷൻ, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി കാര്യങ്ങൾ അങ്ങോട്ട് ഷെയർ ചെയ്യുന്നു, അവരോട് കാര്യങ്ങൾ ചോദിച്ച് ഇങ്ങോട്ട് മനസ്സിലാക്കുന്നു. ഈ ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിട്ട് സ്മൂത്ത് ആയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ എന്ത് തരത്തിലുള്ള പരാതികളും പരിഭവങ്ങളും അവരുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നേരെ അങ്ങനെ എംപ്ലോയി ആരെ അറിയിക്കും? മാനേജ്മെന്റിനെ അറിയിക്കും. അങ്ങനെ ഒരു ഇതില്ല, ടു വേ കമ്മ്യൂണിക്കേഷൻ ഇല്ല. നമ്മൾ പറയുന്നത് മുഴുവൻ നിങ്ങൾ കേട്ടോളണം, നമ്മൾ പറയുന്നത് മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് മാനേജ്മെന്റ് ആ ഒരു രീതിയിലാണെങ്കിൽ എംപ്ലോയീസ് പലതും എന്ത് ചെയ്യില്ല, ഷെയർ ചെയ്യില്ല. പറയാനായിട്ട് അവർക്ക് മടി തോന്നും. എങ്ങനെ അവതരിപ്പിക്കും, ഇവരിങ്ങനെ പഠിച്ചാൽ തിന്നാൻ പോണ പോലെ വരികയാണല്ലോ എന്നൊക്കെ ആ ഒരു മൈൻഡൊക്കെ വരുമല്ലോ. പേടി കൊണ്ട് അവരൊന്നും പറയില്ല. പക്ഷെ എംപ്ലോയീസിന്റെ ഇത്തരം ഗ്രീവിയൻസുകൾ എന്ത് ചെയ്യണം? മാനേജ്മെന്റ് എങ്ങനെയാണെങ്കിലും ഐഡന്റിഫൈ ചെയ്യണം, അറിയണം അതെന്താണ് അവരുടെ പ്രശ്നം, ഏത് രീതിയിലാണ് അവർക്ക് നമ്മുടെ ഓർഗനൈസേഷനോട് ഏതെങ്കിലും തരത്തിലുള്ള മടുപ്പോ അല്ലെങ്കിൽ അകൽച്ചയോ അല്ലെങ്കിൽ ഏതെങ്കിലും പരാതികളോ പരിഭവങ്ങളോ തോന്നുന്നതെന്ന് ഷുഡ് ബി ഐഡന്റിഫൈഡ് ബൈ ദ മാനേജ്മെന്റ്. അപ്പൊ അറിയിക്കുകയാണെങ്കിലും ഓക്കെ, നേരിട്ട് അവർ പറയുകയാണെങ്കിലും ഓക്കെ, അത് മനസ്സിലാക്കാൻ നമുക്ക്. അതല്ലെങ്കിൽ ഇവരറിയണം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ്. ദോസ് ഗ്രീവൻസസ് ഓഫ് എംപ്ലോയീസ് വിച്ച് ആർ നോട്ട് ബീങ് ഡിസ്ക്ലോസ്ഡ്, ആരും അവരെ അറിയിച്ചിട്ടില്ലെങ്കിൽ പോലും മസ്റ്റ് ബി റെക്കഗ്നൈസ്ഡ് ബൈ ദ മാനേജ്മെന്റ്. എന്ത് ചെയ്യണം? മാനേജ്മെന്റ് അത് എങ്ങനെയെങ്കിലും കണ്ടെത്തണം. ക്ലിയർ ആയോ? ഒന്നാമത്തെ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്രീവൻസ് മനസ്സിലായോ? ക്ലിയർ ആയോ? വേഗം പറയണം. മനസ്സിലായില്ലെങ്കിലും പറയണം, മനസ്സിലായാലും പറയണം. ഓക്കെ. സെക്കൻഡ്, രണ്ടാമത്തെ എന്താന്ന് പറഞ്ഞ ഫ്ലോ ചാർട്ടിൽ രണ്ടാമത്തെ എന്താ? ഡിഫൈൻ കറക്റ്റ്ലി. എന്ത് ഡിഫൈൻ ചെയ്യാൻ? നമ്മുടെ ഗ്രീവിയൻസ് എന്താണ് മാനേജ്മെന്റിന് കൃത്യമായിട്ട് മനസ്സിലായി, എന്താണ് എംപ്ലോയീസിന്റെ പ്രശ്നം, അത് നമ്മളൊരു നിർവചിക്കുക. അതായത് മാനേജ്മെന്റ് അതിനൊരു നിർവചനത്തെ ഇന്നതാണ് അവരുടെ പ്രശ്നം, അത് അവർക്കൊരു ക്യാപ്സ്യൂൾ രൂപത്തിൽ അതിനെ ആക്കാൻ പറ്റണം. സോ ദിസ് ഈസ് ദർ പ്രോബ്ലം, ഇതാണ് ദിസ് ഈസ് ദർ ഇഷ്യൂ, ഇതാണ് അവരുടെ പ്രശ്നം, ഇതാണ് ഇഷ്യൂ. അത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റണം. കുറെ പരാതികളും പരിഭവങ്ങളും ഒക്കെ പറഞ്ഞു. ആ പരാതികളും പരിഭവങ്ങളും ചിലപ്പോ അവർക്ക് ശരിയായിട്ടുള്ളതായിരിക്കാം, ചിലപ്പോ നമ്മുടെ എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് ചില തോന്നലുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 3 ടൈപ്പ് ഓഫ് ഗ്രീവാൻസുകൾ ഉണ്ട്. ഫാക്ച്വൽ ഉണ്ട്, ഡിസ്ഗൈസ്ഡ് ഉണ്ട്, ഇമാജിനറി ഉണ്ട്. ഓക്കെ, ചിലത് അവർക്ക് സ്വമേധയാ വെറുതെ അവർ ആലോചിച്ച് കൂട്ടിയതാകാം. എന്ത് തന്നെയായാലും അത് ഏത് ടൈപ്പ് ഓഫ് പരാതിയാണ് എന്നുള്ളത് ആദ്യം തന്നെ നമ്മുടെ മാനേജ്മെന്റ് എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യണം. അത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റണം. അവരിൽ നിന്ന് കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നു, ഐഡന്റിഫൈ ചെയ്യുന്നു. അത് ഫസ്റ്റ് സ്റ്റെപ്പില്. രണ്ടാമത്തേല് അത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യണം. എന്ത് ടൈപ്പ് ഓഫ് ഏത് രീതിയിലുള്ള ഗ്രീവൻസ് ആണ് ഈ എംപ്ലോയീസിന് ഉള്ളത് എന്ന് മനസ്സിലാക്കാനും അത് ഡിഫൈൻ ചെയ്യാനുള്ള കഴിവ് മാനേജ്മെന്റിന് ഉണ്ടായിരുന്നു. ഓക്കെ, സെക്കൻഡ് വൺ മനസ്സിലായോ? ആഫ്റ്റർ ഐഡന്റിഫൈങ് ദ ഗ്രീവൻസ് മാനേജ്മെന്റ് ഷുഡ് കറക്റ്റ്ലി ഡിഫൈൻ ദം. അത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യണം. ഇന്ന ടൈപ്പ് ഓഫ് ഗ്രീവൻസ് ആണ് അവർക്ക്. ഓക്കെ, അത് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റണം. ഇനി അതിനുശേഷം എന്ത് ചെയ്യണം? ആഫ്റ്റർ ദാറ്റ് അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി, ഇന്നതാണ് അവരുടെ പ്രശ്നം, അതിനൊരു ഡെഫിനിഷൻ നമുക്ക് മനസ്സിലായി. ഈ ടൈപ്പ് ഓഫ് ആണ്, ഇത് നമ്മളുടെ ഭാഗത്തുനിന്ന് പൂർണ്ണമായിട്ടും മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നുള്ള പ്രശ്നമല്ല, കുറെയൊക്കെ അവർ വെറുതെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തതാണ്. എന്തൊക്കെ ആയിക്കോട്ടെ, ഏത് രീതിയിലായാലും അത് കറക്റ്റ് ആയിട്ട് അവർക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റി. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? ആഫ്റ്റർ ദാറ്റ് they have to make some collection of data relating to such grievance. ഇനി ഈ പറയുന്ന നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഈ പറയുന്ന എന്താ പറയാ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ പരാതികളും പരിഭവങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് അതിനുമായി ബന്ധപ്പെട്ട കുറെ ഡാറ്റാസ് കളക്ട് ചെയ്യാം ഫ്രം എനി സോഴ്സസ്. എവിടെ നിന്നൊക്കെ അതിന് ലഭ്യമായ വിവരങ്ങൾ നമുക്ക് ശേഖരിക്കാൻ പറ്റും. ചിലപ്പോൾ എംപ്ലോയീസിനോട് തന്നെ കോൺടാക്ട് ചെയ്ത് അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കണം, അല്ലെങ്കിൽ മറ്റ് ആരുടെയെങ്കിലും ഒക്കെ വാസ്തവങ്ങൾ, ഇതിന്റെ കൃത്യമായ ശരിയായ രീതി എന്താ, ഇതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടോ അതറിയണം, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും അഭിപ്രായങ്ങൾ അറിയണം, ഒപ്പീനിയൻസ്. അപ്പൊ ഈ പറയുന്ന എല്ലാ സോഴ്സിൽ നിന്നും ഈ പറയുന്ന ഗ്രീവാൻസ് വേണ്ടിയിട്ടുള്ള ഡാറ്റാസ് ഷുഡ് ബി കളക്ടഡ് ആഫ്റ്റർ ഡിഫൈനിങ് ഇറ്റ് കറക്റ്റ്ലി. നമ്മൾ ആ ഒരു
ഗ്രീവൻസ് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യണം? ഡാറ്റ കളക്ട് ചെയ്യലാണ്. ആ ഗ്രീവൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് സോഴ്സിൽ നിന്നും നമുക്ക് ഡാറ്റാസ് കളക്ട് ചെയ്യാം. എന്തിനാ? അതിനകത്ത് അതിന്റെ അഭിപ്രായങ്ങൾ അറിയാനായിരിക്കാം. അതുപോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള വാസ്തവങ്ങൾ, ഈ പറയുന്ന കാര്യത്തിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ അതൊക്കെ അറിയാനായിരിക്കാം. അപ്പൊ അടുത്തതായി നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഡാറ്റ കളക്ഷൻസ് ആണ് ചെയ്യുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ് മനസ്സിലായോ? ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്രീവൻസ്. ആദ്യം തന്നെ ഗ്രീവൻസ് എന്താണെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം മാനേജ്മെന്റ് അത് കൃത്യമായി ഡിഫൈൻ ചെയ്യുക, ഇന്നതാണ് ഗ്രീവൻസ്. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട അനുബന്ധ ഡാറ്റകൾ ശേഖരിക്കുക എനി സോഴ്സസിൽ നിന്ന്. അത് ചിലപ്പോ എംപ്ലോയീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇടങ്ങളിൽ നിന്ന് ഇതിന്റെ വാസ്തവം എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കി മറ്റുള്ളവരുടെ അഭിപ്രായത്തിൽ നിന്നൊക്കെ ആയിരിക്കാം. എവിടെ നിന്നാണെങ്കിലും ഡാറ്റകൾ അതിനനുസരിച്ച് കളക്ട് ചെയ്യുക. മൂന്നാമത്തെ പോയിന്റ് മനസ്സിലായോ? മൂന്നാമത്തെ സ്റ്റെപ്പ് മനസ്സിലായോ? യെസ്, ഓക്കെ. ഒരാളുകൂടെ യെസ് എന്ന് പറയുന്നത് 1-2-3 പേര്, അതനുസരിച്ചാണ് ഞാൻ മുന്നോട്ട് പോകണേ. ആരെങ്കിലും ഒരാൾ ഇന്ന പോയിന്റ് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ തിരിച്ചു പറയൂട്ടോ. രണ്ടാമതോ മൂന്നാമതോ നാലാമതോ പറയും. ഓക്കെ, സോ അതനുസരിച്ച് അതിനാണ് ഞാൻ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ്, അതിനുശേഷം എന്താ? അപ്പൊ ഡാറ്റ കളക്ട് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് ദേ ഹാവ് ടു അനലൈസ് ആൻഡ് സോൾവ്. ഈ പറയുന്ന ഡാറ്റയൊക്കെ എടുത്ത് വെച്ച് നോക്കിയിട്ട് അവരുടെ കയ്യിൽ ആവശ്യമായ ഇൻഫോർമേഷൻസ്, ലഭ്യമായ ഇൻഫോർമേഷൻസ് ഒക്കെ വെച്ച് ദേ ഹാവ് ടു മേക്ക് സം അനലൈസേഷൻ. എന്ത് ചെയ്യണം? അത് അനലൈസ് ചെയ്യാൻ ആ ഡാറ്റ ഒക്കെ നോക്കി അതിനനുസരിച്ച് എന്താണ് നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള സൊല്യൂഷൻസ് ഉണ്ടോ? ഒറ്റ സൊല്യൂഷൻ മാത്രമല്ല. ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ വരുമ്പേ ചില ആളുകൾ അഭിപ്രായം ചോദിക്കും, ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ട്, അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അപ്പൊ ഒരാളോട് മാത്രമല്ല, അങ്ങനത്തെ ചില ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിൽ വി ഹാവ് ടു കൺവേ അവർ ഒപ്പീനിയൻ. നമ്മൾ നമ്മളുടേതായ കാര്യങ്ങൾ, അഭിപ്രായങ്ങൾ നമ്മൾ പറയുമ്പോൾ മറ്റൊരാളുടെ അഭിപ്രായത്തിൽ നമ്മളൊന്ന് തേടേണ്ടത് നല്ലതാണ്. അപ്പൊ ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അവരോട് ചോദിക്കാം. ഇത് ചിലപ്പോ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ മാനേജ്മെന്റിന് അതിന്റെ ടോപ്പ് ലെവലിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ ഓഫീസിൽ തന്നെ അവരുടെ ഓർഗനൈസേഷനിൽ തന്നെ മറ്റേതെങ്കിലും നല്ല ബുദ്ധിജീവികളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഇതും അഭിപ്രായങ്ങൾ ചോദിക്കാം. അപ്പൊ അവരുടെയൊക്കെ ഒപ്പീനിയൻസും ഒക്കെ വെച്ചിട്ട് ഇഫ് ദേ ഹാവ് സം ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ, മറ്റൊരു രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. എന്നിട്ട് അതിൽ നിന്ന് ഈ സൊല്യൂഷൻസ് എല്ലാം കൂടി നോക്കി അതിൽ നിന്ന് ബെസ്റ്റ് സൊല്യൂഷൻ നമുക്ക് ചൂസ് ചെയ്യാം. എന്തിന്? എംപ്ലോയീസിന്റെ ഗ്രീവൻസുകള്, പരാതികള്, പരിഭവങ്ങൾക്ക് ഒരു സൊല്യൂഷൻ വേണ്ടി. മനസ്സിലായോ? അപ്പൊ ലഭ്യമായ ഇൻഫോർമേഷൻസ് നമ്മൾ തൊട്ട് മുന്നില് മൂന്നാമത്തെ പോയിന്റിൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തു. ആ ഡാറ്റ കളക്ട് ചെയ്ത ഇൻഫോർമേഷൻസ് ഒക്കെ അനലൈസ് ചെയ്ത് നോക്കി. എന്നിട്ട് അതിന് സൊല്യൂഷൻസിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ചിലപ്പോൾ ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കാം, കൂടാതെ മറ്റുള്ളവരുടെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ് വേണമെങ്കിൽ നമുക്ക് ആവശ്യപ്പെടാം. ആരോടെങ്കിലും നമുക്ക് അതിന് കൺവീനിയന്റ് ആയിട്ടുള്ള വ്യക്തികളെ, പരിചയമുള്ളവർക്കോട് ചോദിച്ച് ഇതിനൊരു സൊല്യൂഷൻ എന്തായിരിക്കും എന്ന് ചോദിക്കാം. ആൻഡ് അതിൽ നിന്ന് ചൂസ് ദ ബെസ്റ്റ് സൊല്യൂഷൻ, നല്ല സൊല്യൂഷൻ എന്ത് ചെയ്യണം? ചൂസ് ചെയ്യണം. അതാണ് നാലാമത്തെ സ്റ്റെപ്പ്. ക്ലിയർ ആയോ? അനലൈസ് ആൻഡ് സോൾവ് മനസ്സിലായോ? After data collection, analysis of information must be done in order to develop alternate solutions and select the best solution. ക്ലിയർ ആണല്ലോ? ചിലപ്പോ ഞാൻ ഈ പ്രശ്നത്തെ എങ്ങനെ സോൾവ് ചെയ്യും അതുപോലെ ആയിരിക്കണമെന്നില്ല. വേറെ കുറച്ചും കൂടി ചിന്തിച്ച് എന്താ പറയാ, ഇലയ്ക്കും മുള്ളിനൊക്കെ കേടില്ലാതെ എംപ്ലോയീസിനെ എന്താ പറയാ മോശമാക്കാതെ അല്ലെങ്കിൽ അവർക്ക് നെഗറ്റീവ് ഫീലിംഗ് കൊടുക്കാത്ത രീതിയിൽ അതിനെ സോൾവ് ചെയ്യാം, അവരെ ഹാപ്പി ആക്കാം, നമുക്കും ഒരു കുഴപ്പമില്ല. അങ്ങനെ പ്രശ്നം പരിഹരിക്കുന്നവരും ഉണ്ട് അല്ലെ? അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി ഭയങ്കര നിർബന്ധിതമായിട്ട് എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു സൊല്യൂഷൻ കൊടുക്കുന്നതുണ്ട്. അങ്ങനെയല്ല. അപ്പൊ ഒരു നല്ല രീതിയിലുള്ള സൊല്യൂഷൻ ഏതാണെന്ന് കണ്ടെത്താൻ വേണ്ടി നമുക്ക് മറ്റുള്ളവരുടെ ആരുടെയെങ്കിലും സഹായം അതിനുവേണ്ടി സൊല്യൂഷൻസിന് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം മാനേജ്മെന്റിന്. സോ എന്നിട്ട് അതിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫിഫ്ത്ത് സ്റ്റെപ്പിൽ എന്താ? പ്രോംപ്റ്റ് റീഡ്രസലാണ്. സോ ആഫ്റ്റർ ഐഡന്റിഫൈങ് ദ ഗ്രീവൻസ് എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ അത് കൃത്യമായി ഡിഫൈൻ ചെയ്തു, റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാസ് കളക്ട് ചെയ്തു, അതിനുശേഷം നമ്മൾ ആ ഡാറ്റാസ് ഒക്കെ അനലൈസ് ചെയ്തു, അതിനുവേണ്ടിയുള്ള സൊല്യൂഷൻ ഒക്കെ കണ്ടെത്തി. ഈ സൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ അത് പ്രോംപ്റ്റ് റീഡ്രസലിലേക്ക് നയിക്കണം. പിന്നെ എന്താ? വേഗം തന്നെ പരിഹരിക്കണം. പ്രോംപ്റ്റ് മീൻസ് സഡൻലി, പെട്ടെന്ന് തന്നെ നമ്മൾ അനലൈസ് ചെയ്തു കിട്ടിയ സൊല്യൂഷനിൽ നിന്ന് ബെസ്റ്റ് ചൂസ് ചെയ്തിട്ട് അത് വേഗം നടത്തി എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. ആ പ്രശ്നം അങ്ങോട്ട് എത്രയും പെട്ടെന്ന് സ്പീഡി മാനറിലാണെന്ന് പറഞ്ഞേക്കണം. എത്രയും ഫാസ്റ്റ് ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും അത്രയും ഫാസ്റ്റ് ആയിട്ട് ആ പ്രശ്നം അങ്ങോട്ട് സോൾവ് ചെയ്യുക. അതാണ് പ്രോംപ്റ്റ് റീഡ്രസൽ എന്ന് പറയുന്ന ഫിഫ്ത്ത് പോയിന്റ്. And the last point is implement and follow up. Implementation of the solution. ആ സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്തു? നടപ്പിലാക്കി, അത് പെട്ടെന്ന് തന്നെ പരിഹരിച്ചു. എന്താ പറയാ, പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ അതങ്ങോട്ട് നടപ്പിലാക്കുക. അതിനുശേഷം നടപ്പിലാക്കി കഴിഞ്ഞാൽ എന്താ? പിന്നെ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നമ്മളൊന്ന് ഒരു ഫോളോ അപ്പ് ഒക്കെ നടത്തുന്നത് നല്ലതാണ്.
ഒരു മാസം കഴിയുമ്പോൾ ഒക്കെ ചെന്ന് വീണ്ടും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ആ ഒരു 2-way കമ്മ്യൂണിക്കേഷൻ തന്നെ കൃത്യമാക്കി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ എന്താണ് ഇല്ലാതാകും ഓർഗനൈസേഷനിൽ. ഓക്കെ, 5th പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രോംപ്റ്റ് റീഡ്രസൽ. പെട്ടെന്ന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഇംപ്ലിമെന്റഡ് ഇൻ സ്പീഡി മാനർ. എന്ന് പറഞ്ഞാൽ എന്താ, എത്രയും പെട്ടെന്ന് അത് ഇംപ്ലിമെന്റ് ചെയ്യണം. ഇംപ്ലിമെന്റ് ചെയ്യുന്നത് വാക്കിന്റെ അർത്ഥം എന്താ, നടപ്പിലാക്കുക. സൊല്യൂഷൻ കണ്ടെത്തിയാൽ അത് നടപ്പിലാക്കുക, അതിന് വെച്ച് താമസിപ്പിക്കരുതെന്ന്. ദാറ്റ്സ് ഓൾ, അത്രേ ഉള്ളൂ. മനസ്സിലായോ? ഇനി നാളെ ആവട്ടെ, 2 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച ആവട്ടെ, അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പൊ നമ്മുടെ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഇംപ്ലിമെന്റഡ് ആസ് സൂൺ ആസ് പോസിബിൾ. അത്രേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് അത് നടപ്പിലാക്കാം. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഫോളോ അപ്പ്. എന്ത് ചെയ്യണം, അത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് അതിനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്യണം, മോണിറ്റർ ചെയ്യണം. ആ സൊല്യൂഷൻ നമ്മൾ നടപ്പിലാക്കി കൊടുത്ത പരിഹാര മാർഗം അത് നടപ്പിലായോ, അത് വിജയകരമാണോ, ഇഫക്റ്റീവ് ആണോ, എംപ്ലോയീസിന് ഇപ്പൊ വലിയ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ദീസ് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് പ്രൊസീജിയർ. ഗ്രീവൻസുകളെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിനകത്ത് ഇൻക്ലൂഡഡ് ആകുന്ന സ്റ്റെപ്പുകളാണ് നമ്മൾ ഈ പറഞ്ഞതെല്ലാം. ക്ലിയർ ആണോ? ഇത്രയും പോയിന്റ് 5 ക്ലിയർ അല്ലേ? പോകാലോ അടുത്തതിലേക്ക്? അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, സോ ആ സ്റ്റെപ്പുകൾ എല്ലാരും ഒന്ന് എന്താ പറയാ, നമ്മൾ ആ ചാർട്ടാണ് ഞാൻ പറഞ്ഞത്. ചാർട്ട് എന്തായാലും പഠിച്ചു വെക്കണം. ചാർട്ടിന്റെ ഓർഡർ ഒക്കെ തിരിച്ചു വേണമെങ്കിൽ അതാ കറക്റ്റ് ഓർഡറിൽ തന്നെ പോകണം, ഫ്ലോ ആയിട്ട് തന്നെയാ വന്നേക്കണേ. അതുകൊണ്ട് ആ ഫ്ലോ ചാർട്ട് പോലെ വരച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പോയിന്റ് ഇട്ട് എഴുതിയാൽ മതിയായിരുന്നു. അങ്ങനെ ആദ്യം തന്നെ ഗ്രീവൻസ് എന്താണെന്ന് അറിയുന്നു, അത് കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നു, അത് അനലൈസ് ചെയ്യുന്നു, ഡാറ്റ കളക്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് അത് അനലൈസ് ചെയ്യുന്നു, അതിനോടൊപ്പം തന്നെ അതിന്റെ സൊല്യൂഷൻ എന്താണെന്ന് ബെസ്റ്റ് സൊല്യൂഷൻ കണ്ടെത്തുന്നു, അത് പ്രോംപ്റ്റ് ആയിട്ട് അതിനെ റീഡ്രസൽ പരിഹരിക്കുന്നു, അതുപോലെ തന്നെ അതിനെ ഇംപ്ലിമെന്റ് ചെയ്തത് ഫോളോ അപ്പ് ചെയ്യുന്നു. ഓക്കെ, ആ ഒരു ഫ്ലോ ചാർട്ട് കറക്റ്റ് ആയിട്ട് ഫ്ലോ തന്നെ ആരോ മാർക്കുണ്ട്. അപ്പൊ തെറ്റാൻ പാടില്ല, ഓർഡർ അങ്ങനെ തന്നെ വരണം. ഇംപ്ലിമെന്റേഷൻ ആയിട്ട് ഫോളോ അപ്പ് കൊണ്ട് ഏറ്റവും തുറന്നുവിടാൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ചേ. ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഫോളോ അപ്പ് എന്ന് കിടക്കുന്ന ഏറ്റവും അവസാനത്തെ പോയിന്റ് 1ാമത്തെ പോയിന്റ് ആയിട്ട് ഈ ഒരു ഫ്ലോ ചാർട്ടിൽ വരാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഫ്ലോ ചാർട്ട് തെറ്റിച്ചൊക്കെ തന്നിട്ട് ഇതിൽ ഏതാണ് ശരിയെന്നോ അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത്. ക്വസ്റ്റ്യന്റെ ഒരു സ്ട്രക്ചർ പറഞ്ഞു മാത്രം. ഓക്കെ, സോ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് ടിക്കറ്റ് വെക്കാം ചാർട്ട്. Next one, Grievance Machinery under Industrial Disputes Act 1947. അതായത് നമ്മുടെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ഡിസ്പ്യൂട്ട്സ് ആക്ട് എന്താ? അതായത് ഒരു ഓർഗനൈസേഷനിൽ പല രീതിയിലുള്ള തർക്കങ്ങളും പരാതികളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടാകും. എന്തായാലും എംപ്ലോയീസ് ഒരാളാണെങ്കിൽ മാത്രമേ അവിടെ തർക്കമില്ലാണ്ടിരിക്കുള്ളൂ. ആരോട് തർക്കിക്കാനാ, എന്ത് പറയാനാ, അല്ലെ? അതേസമയം എംപ്ലോയീസിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും എന്താ പറയാ അതിന്റെ തർക്കങ്ങളും ഒക്കെ കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെ പല തർക്കങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് മുൻ കാലഘട്ടങ്ങളിലൊക്കെ. 1947 ഇങ്ങനെ ഒരു ആക്ട് കൊണ്ടുവന്നേക്കണേ. മുൻ കാലഘട്ടങ്ങളിലും ബിസിനസ് നടത്തിയിരുന്ന ആളുകളുടെ ഓർഗനൈസേഷൻസിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ ഓരോ നിയമമായിട്ട് ഇങ്ങനെ വരൂലേ? എപ്പോഴൊരു നിയമം നടപ്പിലാകുക, നിലവിൽ വരിക? നമ്മള് റോഡ് നിയമങ്ങളൊക്കെ ഒരുപാട് പാലിക്കുന്നുണ്ട് അല്ലെ? വണ്ടി ഓടിച്ചൊക്കെ പോകുന്നവര്, നമ്മൾ വണ്ടിയും വാഹനമൊക്കെ ഓടിച്ചു വരുമ്പോ നമ്മൾ ഒരുപാട് ലോസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്തിട്ടാ വണ്ടി ഓടിച്ചു വരുന്നത്. തോന്നിയ രീതിയിലാണോ വണ്ടി ഓടിച്ചു വരിക? ഇല്ല അല്ലെ? പിന്നെ ഇപ്പോഴൊക്കെ ആണെങ്കിലും ഒരുപാട് റോഡ് ലോസ് ഒക്കെ, വീണ്ടും റോഡ് നിയമങ്ങൾ ഒരുപാട് വേറെ പുതിയതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു 10-20 വർഷം മുമ്പുള്ള റോഡ് നിയമങ്ങളൊന്നും അല്ല ഇപ്പോഴത്തെ റോഡ് നിയമങ്ങൾ. ബിക്കോസ് ആക്സിഡൻസിന്റെ എണ്ണം ഇങ്ങനെ കൂടാൻ തുടങ്ങിയപ്പോ മോസ്റ്റ് ഓഫ് ദ ആക്സിഡൻസും ഉണ്ടാകുന്നത് നമ്മുടെ കെയർലെസ് ഡ്രൈവിങ്, അതുപോലെ തന്നെ എന്താ പറയാ മെച്യൂർഡ് ആകാത്ത കുട്ടികള്, ലൈസൻസ് ഇല്ലാത്തവരൊക്കെ ഈ വാഹനമൊക്കെ ഉപയോഗിക്കാനും ഒക്കെ തുടങ്ങിയപ്പോഴൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ ഒരു റെസ്ട്രിക്ഷൻ, ഒരു ലിമിറ്റേഷൻ വരുത്താൻ വേണ്ടി ഒരുപാട് നിയമങ്ങൾ ആഡ് ഓൺ ചെയ്ത് പുതുക്കി കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ അങ്ങനെയൊക്കെ നിയമങ്ങൾ വരുന്നത് ഓരോ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ്, ഓരോ അപകടങ്ങൾ അല്ലെങ്കിൽ ഓരോ എന്തെങ്കിലും തെറ്റുകൾ ആരെങ്കിലും ഒക്കെ ചെയ്യുമ്പോഴാണ് പുതിയ നിയമങ്ങൾ നിലവിൽ വരാം. അതുപോലെ തന്നെ ഓർഗനൈസേഷനിലും പല കാര്യങ്ങൾക്കും തർക്കങ്ങൾ വരുന്നുണ്ട്. ആ തർക്കങ്ങളൊക്കെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അതിനൊക്കെ പരിഹാര മാർഗങ്ങൾ എന്നതുപോലെ ഒരു ആക്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 1947 ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് ആണ്. അപ്പൊ ഇവിടെ ഗ്രീവൻസുകളുടെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു എന്താ പറയാ ഒരു ടെക്നിക്, അതാണ് ഗ്രീവൻസ് മെഷീനറി എന്ന് ഉദ്ദേശിക്കുന്നത്. മെഷീനറി എന്തിനാ നമ്മൾ ഉപയോഗിക്കുക? പല മെഷീൻസും നമ്മൾ ഉപയോഗിക്കാറില്ലേ? വീടുകളിൽ ഒത്തിരി മെഷീൻസ് ഉപയോഗിക്കുന്നുണ്ട്. വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്, റെഫ്രിജറേറ്റർ ഉപയോഗിക്കുന്നുണ്ട്, അല്ല മിക്സി ഉപയോഗിക്കുന്നുണ്ട്. ഇതെന്തിനാ? നമ്മുടെ വർക്കുകളുടെ ആ ഒരു ഭാരം ഒന്ന് കുറയ്ക്കാൻ.
ഗ്രീവൻസുകളുടെ ഭാരം കുറയ്ക്കാൻ അല്ലെങ്കിൽ ഗ്രീവൻസുകളെ എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പ്രൊസീജിയർ, അതാണ് ഗ്രീവൻസ് മെഷീനറി എന്ന് പറയുന്നത്. ഇറ്റ്സ് ദ കൺവേയൻസ് ഓഫ് ഗ്രീവൻസ് ടു ദ ഹയർ അതോറിറ്റീസ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന എംപ്ലോയീസിന്റെ പ്രശ്നങ്ങളെ ഹയർ അതോറിറ്റീസിലേക്ക് അല്ലെങ്കിൽ കൺസേൺഡ് പീപ്പിളിലേക്ക്, എന്ന് വെച്ചാൽ എന്താ, വലിയ ഉയർന്ന തലങ്ങളിലേക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഈ ഗ്രീവൻസുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ആരാണോ അവരിലെ ആ ബന്ധപ്പെട്ട ആളുകളിലേക്ക് ഫ്രം ടൈം ടു ടൈം അത് കൃത്യമായിട്ടൊക്കെ എത്തിക്കുക. അത് മാത്രമല്ല, അത് എപ്പോഴാണ് അത് സെറ്റിൽ ചെയ്യുന്നത്, അത് തുടങ്ങുന്ന സമയം മുതൽ അത് സെറ്റിൽ ചെയ്യുന്ന സമയം വരെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന ഗ്രീവൻസ് മെഷീനറിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കും. അതിനെയാണ്, ആ പ്രൊസീജിയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രീവൻസ് മെഷീനറി എന്ന്. എന്താണ് ഗ്രീവൻസ് മെഷീനറി? ടു കൺവേ ദ ഗ്രീവൻസ് ടു ദ ഹയർ അതോറിറ്റീസ് ഓർ കൺസേൺഡ് പീപ്പിൾ ഫ്രം ടൈം ടു ടൈം. കൃത്യമായ സമയങ്ങളിൽ ഗ്രീവൻസുകൾ, എംപ്ലോയീസിന്റെ പ്രശ്നങ്ങളെ ഹയർ അതോറിറ്റീസിലേക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളിലേക്കോ കൃത്യസമയത്തിൽ എത്തിക്കുക. എപ്പോ തുടങ്ങും? ഫ്രം ദ ടൈം ഓഫ് സ്റ്റാർട്ടിംഗ് ഓഫ് ദാറ്റ് ഗ്രീവൻസ്. ഗ്രീവൻസ് എപ്പോ തുടങ്ങുന്നു? ഒക്കറൻസ് ഓഫ് ദാറ്റ് ഗ്രീവൻസ്. ഗ്രീവൻസ് എപ്പോ തുടങ്ങുന്നു? ടിൽ ദ സെറ്റിൽമെന്റ് ഓഫ് ദാറ്റ് ഗ്രീവൻസ്. ആ ഗ്രീവൻസ് എപ്പോ സെറ്റിൽ ചെയ്യുന്നു അതുവരെയുള്ള A to Z കാര്യങ്ങൾ സമയങ്ങളിൽ ഹയർ അതോറിറ്റിയിലേക്ക് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള പ്രൊസീജിയർ ആണ് എന്ത് ചെയ്യുന്നത്? ഗ്രീവൻസ് മെഷീനറി ചെയ്യുന്നത്. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്യണം. സെന്റൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്യാം. സോ ദിസ് വൺ, ഈ പറയുന്ന ഗ്രീവൻസ് മെഷീനറി എന്ന് പറയുന്നത് ഇറ്റ്സ് ദ സെറ്റിൽമെന്റ്. നമ്മളുടെ ആ ഗ്രീവൻസുകളെ സെറ്റിൽ ചെയ്യാനുള്ള ആ ഒരു കാര്യങ്ങളാണ്, പ്രൊസീജിയേഴ്സ് അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അത് എവിടെ വരെ എത്തണം? ഹയസ്റ്റ് പൊസിഷൻ വരെ. എവിടെയാണോ ആ ഒരു ഗ്രീവൻസുകൾ നമ്മൾ സെറ്റിൽ ചെയ്യുന്നത് അവിടം വരെ, ആ പ്രോസസ്സിന്റെ അറ്റം വരെ അങ്ങോട്ട് എത്തിക്കണം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? അറ്റ് ദ ഏർലി സ്റ്റേജ് ഓഫ് ഗ്രീവൻസുകളെ എപ്പോഴാണോ അത് തുടങ്ങുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്, അതൊക്കെ അറിയുന്നത്, അപ്പൊ തന്നെ അത് സെറ്റിൽ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുക. അല്ലെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പൊ ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ടു സെറ്റിൽ ദ ഗ്രീവൻസ് അറ്റ് ദ ഏർലി സ്റ്റേജ്. അതിന് തുടക്കം തന്നെ അതിനുള്ള പരിഹാര മാർഗം പരിഹരിക്കുക, സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഗ്രീവൻസുകൾ എപ്പോ ചെയ്യണം? എല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനം നമ്മൾ സൂചിക്ക് എടുക്കേണ്ടത്, തൂമയ്ക്ക് എടുക്കേണ്ട വരെ ഉണ്ടാക്കരുത്. അത് ഏറ്റവും എളുപ്പത്തിലെ തന്നെ ഇല്ലാതാക്കി കളയുക എന്നാണ്. എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ എംപ്ലോയീസിന്റെ പ്രശ്നങ്ങൾ. അല്ലെങ്കിൽ ഓർഗനൈസേഷൻ തന്നെയാണ് നഷ്ടം. അവിടെ മര്യാദയ്ക്ക് പ്രൊഡക്ഷൻ നടത്തില്ല, എംപ്ലോയീസ് തോന്നിയ പോലെ അവര് ചെയ്യണോ വേണ്ടേ എന്നൊക്കെയുള്ള രീതിയിൽ, അല്ലെങ്കിൽ പലപ്പോഴും ലീവ്, ചിലപ്പോ ചിലര് ഒരുമിച്ച് അങ്ങനെ എന്ത് ചെയ്യും, ടേൺ ഓവർ എന്ന് വെച്ചാൽ പിരിഞ്ഞു പോകും, ഇട്ടിട്ട് പോകും, അവരുടെ വഴിക്ക് പോകും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അത് ഓർഗനൈസേഷനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അത് അങ്ങനെ ഒരുപാട് എംപ്ലോയീസ് പുറത്തേക്ക് ഒരുമിച്ച് കൂട്ടമായിട്ട് പിരിഞ്ഞു പോയാൽ എന്താ കുഴപ്പമുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ ഇങ്ങോട്ടെ ഇനിയിപ്പോ എന്താ, നമുക്ക് പുതിയ ആളുകളെ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ജോലി ചെയ്യാനായിട്ട് സന്നദ്ധരായിട്ട്, ഒരു ജോലി കിട്ടാതെ, ഒത്തിരി പഠിച്ചു എന്നിട്ടും ജോലി കിട്ടാതെ നടക്കുന്ന ഒത്തിരി ആളുകൾ പുറത്തുണ്ട്. ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ളവരും പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തുള്ളവരും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. നിങ്ങൾ പോയാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് പുറത്തുനിന്ന് കുറെ ആൾക്കാർ കിട്ടും എന്ന് വിചാരിച്ചാലും കുഴപ്പമുണ്ട്. ഓർഗനൈസേഷൻ മറ്റൊരു കാര്യം കൂടി ആലോചിക്കണം. കൂട്ടത്തോടെ ഏതെങ്കിലും ഓർഗനൈസേഷനിൽ നിന്ന് എംപ്ലോയീസ് പിരിഞ്ഞു പോയാൽ ഇറ്റ്സ് എ നെഗറ്റീവ് ഇഫക്ട് ടു ദ ഓർഗനൈസേഷൻ. ഓർത്ത് നോക്കിയേ അല്ലെ? അത് ഓർഗനൈസേഷനെ നെഗറ്റീവായിട്ട് ബാധിക്കും. അത് ഓർഗനൈസേഷന്റെ ഇമേജിനെ ബാധിക്കും. ഒരുപാട് പേര് ഒരുമിച്ച് ഇറങ്ങി പോകുമ്പോൾ ആളുകൾ ചോദിക്കില്ലേ, എന്താ അവരില്ല അത്രയും പേര് അങ്ങനെ ഒരുമിച്ച് എന്താ പറയാ റിസൈൻ ചെയ്തത് എന്തുകൊണ്ടെന്ന് ആളുകൾ ചോദിക്കും. അപ്പൊ എന്താ, അവിടുത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണ്, ഓർഗനൈസേഷന്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ്. അവർ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരുന്നില്ല. ഞങ്ങൾ ഇങ്ങനെയൊക്കെ കുറെ അവകാശങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങളുടേതായ ബുദ്ധിമുട്ട് പറഞ്ഞു. അങ്ങനെ വരുമ്പോ നെഗറ്റീവ് ഇമ്പാക്ട് ആയിരിക്കും ഓർഗനൈസേഷന്റെ പേരുണ്ടാക്കുക. അപ്പൊ അതുകൊണ്ട് അത് എന്തായാലും ഓർഗനൈസേഷൻ സമ്മതിക്കില്ല അങ്ങനെ കൂട്ടത്തോടെ എല്ലാവരും പിരിഞ്ഞു പോകാൻ. അതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ പരിഹരിച്ചു കൊടുക്കുക. ഓക്കെ, നൗ ഇനി നമ്മുടെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 9C, സെക്ഷൻ 9C എന്ന് പറയുന്നത് നമ്മുടെ ഗ്രീവൻസ് മാനേജ്മെന്റിന്റെ മെഷീനറിയിൽ കുറച്ച് കാര്യങ്ങൾ എടുത്തു പറയുന്നത്. ഈ ആക്ടിൽ കുറച്ച് കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ഈ ഗ്രീവൻസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ആക്ടിന്റെ സെക്ഷൻ 9C പറയുന്നത്. ഏത് ആക്ടിന്റെയാണ്? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 ആൻഡ് ദ സെക്ഷൻ ഈസ് 9C. 9C എന്ന് പറയുന്ന സെക്ഷനിൽ എന്ത് ചെയ്യുന്നത്? ഗ്രീവൻസ് മാനേജ്മെന്റിന്റെ മെഷീനറിയിൽ കുറച്ച് കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എടുത്തു പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഒന്നാമത്തേത്, എവറി ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ്, എല്ലാ ഓർഗനൈസേഷൻസും, ഏത് ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിലും അവിടെ ഇഫ് ദർ ആർ എംപ്ലോയീസ് 20 or more,
20 അതിൽ കൂടുതലോ ഒക്കെ എംപ്ലോയീസ് വർക്കർമാൻ എന്ന് പറഞ്ഞ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ they should have one or more grievance redressal committee. അവിടെ എന്തുണ്ടായിരിക്കണം? ഒന്നോ അതിൽ കൂടുതലോ ഗ്രീവൻസ് റീഡ്രസൽ കമ്മിറ്റി ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ട്? ടു റിസോൾവ് ദ ഡിസ്പ്യൂട്ട്സ്. അവിടെ ഉണ്ടാകുന്ന തർക്കങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഓരോ എംപ്ലോയീസിന്റെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട്, അത്തരം ഡിസ്പ്യൂട്ട്സുകളൊക്കെ പരിഹരിക്കാൻ എല്ലാ ഓർഗനൈസേഷനും എങ്ങനെയാണ് എംപ്ലോയീസിന്റെ എണ്ണം പറയുന്നത്? 20 അതിൽ കൂടുതലോ എംപ്ലോയീസ് ഉള്ള എല്ലാ ഓർഗനൈസേഷനിലും ഒന്നോ അതിൽ കൂടുതലോ ഗ്രീവൻസ് റീഡ്രസൽ കമ്മിറ്റീസ് രൂപീകരിക്കണം എന്ന് എവിടെ പറയുന്നു? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 സെക്ഷൻ 9C പറയുന്നു. മനസ്സിലായി? അത് എടുത്തു പറഞ്ഞേക്കണ കാര്യമാണ്, നിയമമാണത്. ഏതൊരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, അവിടെ 20 കൂടുതൽ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, 20 താഴെയാണെങ്കിൽ വലിയ കുഴപ്പമില്ല, അവിടെ എംപ്ലോയീസിന്റെ എണ്ണം കുറവല്ലേ, പെട്ടെന്ന് എംപ്ലോയീസുമായിട്ടൊക്കെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം, ഇൻഡിവിജ്വൽ ആയിട്ട് പേഴ്സണലി അവരുമായിട്ടൊക്കെ ബന്ധം അടുപ്പൊക്കെ ഉണ്ട്, അപ്പൊ വലിയ പ്രശ്നമൊന്നും വരില്ല. പക്ഷെ കൂടുതൽ എംപ്ലോയീസ്, ഇപ്പൊ നമ്മൾ ലുലു ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കേ, അവിടെ 1-2 എംപ്ലോയീസ് ആണോ ഉള്ളത്? ലുലു എന്ന് പറയുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. അവിടെ 1-2 വർക്കേഴ്സ് ആണോ ഉള്ളത്? ജോലിക്കാരാണോ ഉള്ളത്? ഇഷ്ടം പോലെ. ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും ഓരോ ഷോപ്പ് വൈസ് ഒക്കെ ഇഷ്ടംപോലെ ജോലിക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വലിയ വലിയ ഓർഗനൈസേഷൻസിൽ വലിയ വലിയ ടെക്സ്റ്റൈൽ ഷോപ്പുകൾ ഉണ്ട് അല്ലെ? നമ്മളുടെ ചുറ്റുമൊക്കെ എറണാകുളത്തൊക്കെ ഇഷ്ടംപോലെ വലിയ വലിയ ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ട്. അവിടെ ഉണ്ടാവും ഒരു 10-100 എംപ്ലോയീസ് ജോലി ചെയ്യുന്നത് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസിലൊക്കെ ഒരു എന്താ പറയാ ഗ്രീവിയൻസ് റീഡ്രസൽ കമ്മിറ്റി രൂപീകരിച്ച് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ എംപ്ലോയീസിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ കമ്മിറ്റിയിൽ ഒന്ന് പറഞ്ഞാൽ മതി. അപ്പൊ 20 അതിൽ കൂടുതലോ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ആണെങ്കിൽ 1-2 കമ്മിറ്റി രൂപീകരിക്കാം. എന്താ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ? നമ്മളൊക്കെ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും കമ്മിറ്റിയിലൊക്കെ ചേർന്നുണ്ടാവോ? സ്കൂളില് കുട്ടികളൊക്കെ നമ്മൾ പഠിപ്പിക്കാൻ ചേർക്കുമ്പോൾ അവിടെ ഒരു PTA കമ്മിറ്റി ഉണ്ടായിരിക്കും അല്ലെ? അത് എന്താ, പാരന്റ്സിൽ നിന്ന് കുറച്ച് പേരെ സെലക്ട് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു കമ്മിറ്റി. പെരുന്നാള് അതുപോലെ തന്നെ അമ്പലങ്ങളിൽ ഉത്സവം അവിടേക്ക് വരുമ്പോഴും നമ്മൾ കമ്മിറ്റി രൂപീകരിക്കാറില്ലേ? അവിടേക്ക് ഉത്സവവും പെരുന്നാളൊക്കെ വരുമ്പോൾ അതൊക്കെ സ്മൂത്ത് ആയിട്ട് അവരുടെ ഫംഗ്ഷൻസ് ഒക്കെ കൃത്യമായി നല്ല രീതിയിൽ നടക്കാൻ വേണ്ടി അവിടെയും കമ്മിറ്റി രൂപീകരിക്കാറുണ്ട്. കമ്മിറ്റികളൊക്കെ എല്ലാത്തിലും ഉണ്ട് അല്ലെ? PTA. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഇതുപോലെ നമ്മുടെ ഇത്തരം ഓർഗനൈസേഷനിൽ 20 അതിൽ കൂടുതലോ എംപ്ലോയീസ് ഉള്ള, അത് നിർബന്ധമാണ്. കാരണം എന്താ? ആക്ടിലാണ് പറഞ്ഞേക്കണേ, വെറുതെ പറഞ്ഞേക്കണ കാര്യമല്ല. അതായത് ആക്ട് പ്രകാരം പറഞ്ഞിരിക്കുകയാണ് 20 അതിൽ കൂടുതലോ വർക്കേഴ്സ് ഉള്ള ഏത് ഓർഗനൈസേഷൻ, ഏത് ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റിലും അവിടെ 1 അതിൽ കൂടുതലോ എന്താണ് ഗ്രീവൻസ് റീഡ്രസൽ കമ്മിറ്റി ഉണ്ടായിരിക്കണം. ഇറ്റ്സ് കമ്പൽസറി. അതാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, 1ാമത്തെ പോയിന്റ്. ഇനി ആക്ടിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, ഈ ഗ്രീവൻസ് റീഡ്രസൽ കമ്മിറ്റിയിൽ ഇറ്റ് ഷുഡ് ഹാവ് ഈക്വൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഫ്രം ദ എംപ്ലോയർ ആൻഡ് ഓൾസോ ഫ്രം ദ എംപ്ലോയി വർക്കർമാൻ. അതായത് ഈ കമ്മിറ്റിയിൽ നമ്മൾ കമ്മിറ്റി 1-2 രൂപീകരിക്കാന്ന് പറഞ്ഞല്ലോ. ഈ കമ്മിറ്റിയിൽ എടുക്കുന്ന ആളുകളിലെ ഈക്വൽ നമ്പർ എടുക്കണം. എവിടെ നിന്ന്? എംപ്ലോയറുടെ ഭാഗത്ത് നിന്നും എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്നും. എംപ്ലോയറുടെ ഭാഗത്ത് നിന്ന് ഒരാളെയാണ് എടുക്കണമെങ്കിൽ എംപ്ലോയിയുടെ ഭാഗത്ത് നിന്ന് ഒരാളെ, എംപ്ലോയറുടെ ഭാഗത്ത് നിന്ന് 2 ആണ് എടുക്കണമെങ്കിൽ എംപ്ലോയിയുടെ ഭാഗത്തു നിന്നും 2 ആണ്. അപ്പൊ ഈക്വൽ നമ്പർ ആണ് വേണ്ടത്. മനസ്സിലായോ? ഇവിടെ കൂടുതൽ അവിടെ കുറവൊന്നുമില്ല. അപ്പൊ ഈക്വൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഫ്രം ഓൾസോ എംപ്ലോയർ ആൻഡ് എംപ്ലോയർ, 2 ഭാഗത്തു നിന്നും ഈ കമ്മിറ്റിയിലേക്ക് ഈക്വൽ നമ്പർ ഓഫ് ആളുകളെയാണ് എടുക്കേണ്ടത്. ക്ലിയർ ആയോ? 2ാമത്തെ പോയിന്റ് മനസ്സിലായോ? ഏത് ബിസിനസ് ഓർഗനൈസേഷനും അവിടെ ഒരു ഗ്രീവൻസ് റീഡ്രസൽ കമ്മിറ്റി ഫോം ചെയ്യണം. 1-ഓ അതിലധികമോ ആകാം. അത് അക്കോർഡിംഗ് ടു ദ നമ്പർ ഓഫ് എംപ്ലോയീസിന്റെ അതിനനുസരിച്ച് അവിടെ കൃത്യമായി പറയുന്നുണ്ട്. 20 അതിൽ കൂടുതലോ ആണെങ്കിൽ 1-ൽ കൂടുതൽ എന്താണ് നമുക്ക് കമ്മിറ്റി ഉണ്ടാകാം. ഇനി ഈ കമ്മിറ്റി നമ്മൾ രൂപീകരിക്കുമ്പോൾ അതിൽ ഈക്വൽ നമ്പർ ആണ് മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കേണ്ടത്. ഫ്രം ദ പാർട്ട് ഓഫ് എംപ്ലോയർ ആൻഡ് ഓൾസോ ഫ്രം ദ പാർട്ട് ഓഫ് എംപ്ലോയർ, 2 ഭാഗത്തുനിന്നും ഈക്വൽ നമ്പർ തന്നെ എടുക്കണം. വീണ്ടും സെക്ഷനില് 9C ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് വീണ്ടും പറയുന്നു, ദ ചെയർപേഴ്സൺ ഫോർ ദ ഗ്രീവൻസ് റീഡ്രസൽ കമ്മിറ്റി. ഈ കമ്മിറ്റിയുടെ ഒരു ചെയർപേഴ്സൺ ഉണ്ട്. ഈ ചെയർപേഴ്സണെ നമ്മൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യണം, ഈ കമ്മിറ്റിയിൽ നിന്ന്. ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മൾ എംപ്ലോയറുടെയും സെലക്ട് ചെയ്യണം, എംപ്ലോയിയുടെയും സെലക്ട് ചെയ്യണം. അപ്പൊ എങ്ങനെയാ? ചെയർപേഴ്സൺ എന്ന് പറഞ്ഞ ഒരാളല്ലേ ഉണ്ടാവുള്ളൂ ഒരു കമ്മിറ്റിയില്, ഒരു ചെയർപേഴ്സൺ ഉണ്ടാവുള്ളൂ. പക്ഷെ എങ്ങനെയാന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റ്ലി ഓൺ റൊട്ടേഷൻ ബേസിസ്, അതായത് എല്ലാ വർഷവും റൊട്ടേഷൻ ആയിട്ട്. ഇപ്പൊ ഈ വർഷം 2025 ഗ്രീവൻസ് റീഡ്രസൽ കമ്മിറ്റിയിൽ നിന്ന് ഒരു ചെയർപേഴ്സണെ എംപ്ലോയറുടെ വിഭാഗത്തിൽ നിന്ന് എടുത്തു. അവിടെയുള്ള എത്ര കമ്മിറ്റിയിൽ 5-6 പേരൊക്കെ ഉണ്ടെങ്കിൽ അത് എംപ്ലോയറുടെ ഭാഗത്ത് ഉണ്ടായിരുന്ന ഒരാളെ നമ്മൾ ചെയർപേഴ്സൺ ആയിട്ട് എടുത്തു. നെക്സ്റ്റ് ഇയറിൽ അപ്പൊ നമ്മൾ എവിടെ എടുക്കണം? നെക്സ്റ്റ് ഇയറിൽ നമ്മൾ എപ്പോ എവിടെ എടുക്കണം? ഓർഗലേട്ട് ആരും നെക്സ്റ്റ് ഇയറിൽ എവിടെ എടുക്കണം? എംപ്ലോയിയുടെ ഭാഗത്ത് നിന്ന് എടുക്കണം. യെസ്,
കറക്റ്റ്, അത് തന്നെയാണ്. അടുത്ത വർഷം നമ്മൾ എംപ്ലോയിഡ് ചെയ്തെടുക്കും, പിന്നത്തെ വർഷം വീണ്ടും എംപ്ലോയറുടെ ചെയ്തെടുക്കും, അടുത്ത വർഷം വീണ്ടും നമ്മൾ എംപ്ലോയിഡ് ചെയ്തെടുക്കും. അപ്പൊ ഓൾട്ടർനേറ്റ് ബേസിസിൽ മനസ്സിലായി, ഒന്നിടവിട്ട വർഷങ്ങളിലാണ് ഇവിടെ രണ്ടോടത്തുനിന്നും ആളുകൾ എടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതാണ് മൂന്നാമത്തെ നിയമം നമ്മുടെ സെക്ഷൻ 9C ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 പറയുന്നത്. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞ, ഒരു കമ്മിറ്റി വേണം, 20ഓ അതിലധികമോ എംപ്ലോയീസ് ആണ് ഉള്ളതെങ്കിൽ ഒന്നിൽ കൂടുതൽ കമ്മിറ്റി ആവാം. പക്ഷെ അത് ഈക്വൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ആയിരിക്കണം എംപ്ലോയറുടെയും എംപ്ലോയറുടെയും ഭാഗത്തു നിന്ന് എടുക്കേണ്ടത്. ഇനി നമ്മൾ അതിൽ നിന്ന് ചെയർപേഴ്സണെ സെലക്ട് ചെയ്യണം. ചെയർപേഴ്സൺ സെലക്ട് ചെയ്യുമ്പോൾ ഓൾട്ടർനേറ്റ് ബേസിസിൽ റൊട്ടേഷൻ ബേസിസിലായിരിക്കണം എംപ്ലോയറുടെയും ഭാഗത്തു നിന്ന് ഓരോ വർഷവും തെരഞ്ഞെടുക്കേണ്ടത്. 3 പോയിന്റ് ക്ലിയർ ആയി, മനസ്സിലായോ? നാലാമത്തെ പറഞ്ഞോട്ടെ. ഓക്കെ, ഇനി നാലാമത്തെ സെക്ഷൻസ് 9C നാലാമത്തെ ഈ കമ്മിറ്റിനെ കുറിച്ച് വീണ്ടും പറയുന്നത്, total number of members in grievance redressal committee shall not exceed 6. ഇനി ഈ കമ്മിറ്റിയിൽ എത്ര പേരെ പാടുള്ളൂ? മാക്സിമം 6 പേരെ പാടുള്ളൂ, 7 പേര് വരാൻ പാടില്ല. മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ഗ്രീവിയൻസ് റീഡ്രസൽ കമ്മിറ്റി ഈസ് നോട്ട് ലെസ് ദാൻ, അതായത് നോട്ട് എക്സീഡഡ് ദാൻ 6. 6 പേരിൽ കൂടുതലാകാൻ പാടില്ല എന്നാണ് പറഞ്ഞിരുന്നത്. എന്ന് വെച്ചാൽ മാക്സിമം 6 പേരാകാം ഈ ഒരു കമ്മിറ്റിയിൽ. അങ്ങനത്തെ വീണ്ടും ഇപ്പൊ വലിയ വലിയ ഓർഗനൈസേഷനിൽ വേണമെങ്കിൽ ഒരെണ്ണം കൂടി ഉണ്ടാക്കിക്കോ, ഒന്നിൽ കൂടുതൽ കമ്മിറ്റി ഉണ്ടാക്കാന്ന് തൊട്ടുമുള്ള ആദ്യത്തെ പോയിന്റിൽ നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ 2 കമ്മിറ്റി ആക്കിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കമ്മിറ്റിക്കകത്ത് എത്ര പേരെ പാടുന്നു? 6 പേരെ പാടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും പറഞ്ഞിരിക്കുന്നത്, 1 woman member should be there in grievance redressal committee if there are 2 members. ഇനി കമ്മിറ്റിയിൽ അധികം ആളുകളൊന്നും ഇല്ല എങ്കിൽ, എംപ്ലോയീസ് ഒന്നുമില്ല, 10-22 പേരൊക്കെ ഉള്ളൂങ്കിൽ ചിലപ്പോ ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ടുള്ളൂ. ഈ കമ്മിറ്റിയിൽ അധികം ആളുകൾ വേണ്ട. എപ്പോഴെപ്പോഴും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ലല്ലോ, വല്ലപ്പോഴൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളോ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം. അതൊക്കെ പരിഹരിക്കാൻ അധികം ഒന്നും വേണ്ട കമ്മിറ്റിയിലെ ആളുകൾ എന്നാണെങ്കിൽ ചിലപ്പോൾ 2 പേരുള്ളൂ വിചാരിക്കാം. ഈ 2 പേരിലുള്ളെങ്കിലും ഒരാള് പുരുഷൻ ഭാഗത്തിൽ നിന്നും ഒരാള് സ്ത്രീകളുടെ വിഭാഗത്തിൽ നിന്നും ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഈക്വൽ ചാൻസ് 2 കൂട്ടർക്കും കൊടുക്കുന്നത്. എല്ലാവരും ആണുങ്ങളാവാൻ പാടില്ല. അതായത് ഒരു പ്രൊപ്പോർഷനേറ്റ്, ഈക്വൽ പ്രൊപ്പോർഷനേറ്റ് ആണ് അവർ പറഞ്ഞിട്ടുണ്ട്. ഇൻ കേസ് ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, ആളുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ, മോർ ദാൻ 2 ഒക്കെ ആണെങ്കിൽ, മെമ്പേഴ്സും അതനുസരിച്ച് വിമന്റെ നമ്പറും എന്ത് ചെയ്യണം? പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കൂട്ടണം. അപ്പൊ 4 പേര് വരുമ്പോ 2 ആണുങ്ങളും 2 പെണ്ണുങ്ങളും ആയിരിക്കണം. മനസ്സിലായി? 6 പേരുണ്ടെങ്കിൽ 3 ആണുങ്ങളും 3 പെണ്ണുങ്ങളും. അപ്പൊ ഏത് പ്രൊപ്പോർഷനേറ്റ് ആണോ ആ രീതിയിൽ തന്നെ ആളുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് പെണ്ണുങ്ങളെയും ആണുങ്ങളെയും അങ്ങനെ തന്നെ ക്രമമായിട്ട് മാറ്റണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ മാക്സിമം നമ്പർ 6 പേരെ പാടുള്ളൂ ഒരു കമ്മിറ്റിക്കകത്ത്. ആ കമ്മിറ്റിയിൽ നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് 2 പേര് എടുക്കുമ്പോൾ ഒരാൾ സ്ത്രീ ആയിരിക്കണം. ഇനി ആളുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് അതുപോലെ തന്നെ പെണ്ണുങ്ങളുടെ എണ്ണവും എന്ത് ചെയ്യണം? സ്ത്രീകളുടെ എണ്ണവും പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കണേ. 4ാമത്തെ പോയിന്റ് മനസ്സിലായോ? 4ാമത്തെ പോയിന്റ് മനസ്സിലായോ? ഈ പോയിന്റുകളിൽ ഇന്ന് കുറച്ച് അധികം ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പോയിന്റ് എല്ലാം നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റിയെ കുറിച്ചിട്ട് ഒത്തിരി കാര്യങ്ങൾ സെക്ഷൻ 9C പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഓരോന്നും ഇമ്പോർട്ടന്റ് ആണ്, ഓരോ പോയിന്റ്. അതുകൊണ്ട് ഞാൻ അവിടെ അണ്ടർലൈൻ ചെയ്യിപ്പിക്കുന്നില്ല, ബിക്കോസ് അണ്ടർലൈൻ ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയ വേഗം ആ 4 പോയിന്റ്. എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് എന്താണ്?
ഇനി നത്തിങ് നൗ വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് ഈ പറയുന്ന സെക്ഷനിൽ ഇനി അടുത്തതിൽ പറഞ്ഞിരിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. വൈൽ സെറ്റിംഗ് അപ്പ് ദിസ് ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി, ഈ കമ്മിറ്റി ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് ഓരോ ഓർഗനൈസേഷനും അവരുടേതായ കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ ഇറ്റ് ഷുഡ് നോട്ട് അഫക്ട് ദ റൈറ്റ് ഓഫ് ദ വർക്ക്മെൻ, ആ അവിടെയുള്ള ജോലിക്കാരുടെ, അതായത് വർക്ക്മെന്റിന്റെ അവകാശത്തെ എന്താ പറയാ എഫക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് വർക്ക്മെന്റെ ഏതെങ്കിലും തരത്തിലുള്ള അവകാശത്തെ അഫക്ട് ചെയ്യുന്ന രീതിയിൽ ആയിരിക്കരുത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഗ്രീവൻസ് റീഡ്രസൽ കമ്മിറ്റി എന്ത് ചെയ്യുക, രൂപീകരിക്കുന്നു. അതായത് നമ്മുടെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് പറയുന്നുണ്ട്, ആക്ട് പ്രൊവിഷൻസ് പറയുന്നുണ്ട്, ഒരുപാട് തർക്കങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ വർക്ക്മെന്റിന്റെ അവകാശത്തെ നിഷേധിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യവും എന്ത് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എന്താ പറയാ കൺസിഡർ ചെയ്യണം. അവർക്ക് അവകാശമുള്ള കാര്യങ്ങൾ നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്മിറ്റി. അപ്പൊ അതിനെതിരായിട്ടൊന്നും തന്നെ ഈ ഒരു കമ്മിറ്റി പ്രവർത്തിക്കാൻ പാടില്ല, അതിനെതിരായിട്ട്. മനസ്സിലായോ? അതാണ് ആ പോയിന്റിൽ പറഞ്ഞത്. സെറ്റിംഗ് അപ്പ് ഓഫ് ഗ്രീവൻസ് റീഡ്രസൽ കമ്മിറ്റി ഷാൽ നോട്ട് അഫക്ട് ദ റൈറ്റ് ഓഫ് ദ വർക്ക്മെൻ. അത്ര ഓർത്താൽ മതി. ആ ഒരു കാര്യം നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടേ. ആ കമ്മിറ്റി അവരുടെ അവകാശങ്ങളെ അവഗണിക്കുന്ന രീതിയിലായിരിക്കരുത് അത്തരം ഒരു കമ്മിറ്റി നമ്മൾ രൂപീകരിക്കുന്നത്. അവരുടെ അവകാശങ്ങളെ എന്താ പറയാ സാറ്റിസ്ഫൈ ചെയ്യാനും അവരുടെ അവകാശങ്ങൾക്ക് നമുക്ക് ബലം കൊടുക്കാനും വേണ്ടിയിട്ടായിരിക്കണം കമ്മിറ്റി ഉണ്ടായിരിക്കുക. അതല്ലാതെ അവർക്ക് നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്ന രീതിയിൽ ഒന്നും പ്രവർത്തിക്കുന്ന ഒരു രീതിയിലാവരുത് കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ. ഓക്കെ, ഇനി അടുത്തത് ഈ പറയുന്ന ഗ്രീവൻസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ കമ്മിറ്റിയോടായിരിക്കും. ഇനി എന്തെങ്കിലും എംപ്ലോയീസിന് എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ ഈ കമ്മിറ്റിയിലായിരിക്കും അവരത് പറയുക. ഈ കമ്മിറ്റി മെമ്പേഴ്സിനോട് ആയിരിക്കും ഇൻഫോം ചെയ്യുന്നത്. സോ വൈൽ ഗെറ്റിംഗ് സച്ച് കംപ്ലൈന്റ്സ്, ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും കംപ്ലൈന്റുകൾ അവർക്ക് കിട്ടുകയാണെങ്കിൽ ദേ ഷുഡ് കംപ്ലീറ്റ് ഇറ്റ്സ് പ്രൊസീഡിങ്സ്, ആ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് അവർ തീർക്കണം. എപ്പോ വിതിൻ 30 days ഓൺ റിസീപ്റ്റ് ഓഫ് എ റിട്ടൺ ആപ്ലിക്കേഷൻ ഓർ ബൈ ഓൺ ബിഹാഫ് ഓഫ് ദ അഗ്രീവ്ഡ് പാർട്ടി. ഏത് വിഭാഗത്തിന്, ഏത് ജോലിക്കാർക്ക് അല്ലെങ്കിൽ ഏത് തൊഴിലാളിക്കാണോ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം നേരിട്ടിരിക്കുന്നത് അവരത് പരാതിയായിട്ട് എഴുതി കമ്മിറ്റിക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ കിട്ടിയത്, ആ കമ്മിറ്റിക്ക് ആ പരാതി എപ്പോ കിട്ടിയോ, ഓൺ ദ റെസിപ്റ്റ് ആണ്, റിട്ടേൺ ആ ഒരു പരാതി എപ്പോ കിട്ടിയോ ആ സമയത്ത് മുതൽ 30 ദിവസത്തിനുള്ളിൽ അതിന്റെ എന്ത് ചെയ്യണം, ആ കാര്യങ്ങളുടെ പ്രൊസീഡിങ്സ് ഒക്കെ നോക്കി അതിന്റെ സൊല്യൂഷൻസ് കൊടുക്കാനായിട്ട് കമ്മിറ്റി തയ്യാറായിക്കൊള്ളണം. അപ്പൊ അധികം വെച്ച് താമസിക്കാൻ പാടില്ല. ഒരു 30 ദിവസം സമയം കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിലെങ്കിലും ആ കാര്യങ്ങൾക്ക് ഒരു പ്രശ്നപരിഹാരം കമ്മിറ്റി നേടിക്കൊടുത്തിരിക്കണം, നിർബന്ധമാണ്. അത് ഏതിൽ പറഞ്ഞിരിക്കുന്നു? സെക്ഷൻ 9C ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും പരാതികൾ എംപ്ലോയീസ് തന്നു കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ അതിന്റെ പ്രൊസീഡിങ്സ് കംപ്ലീറ്റ് ചെയ്യണം. ക്ലിയർ ആയോ? 6ാമത്തെ പോയിന്റ് സിമ്പിൾ ആണത്. ഓക്കെ, അടുത്തത് 7ാമത്തെ പോയിന്റ് എന്താണ്? ഇങ്ങനെ ഗ്രീവൻസ് റീഡ്രസൽ കമ്മിറ്റിയിൽ എന്ത് ചെയ്യാം, ഇവര് കൊണ്ടുപോയി പരാതി കൊടുക്കും. 30 ദിവസത്തിനുള്ളിൽ പരാതി പരിഹരിച്ചു കൊടുക്കണമെന്ന് പറയുന്നു. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് ബൈ ദ എംപ്ലോയീസ്, ഈ പറയുന്ന പ്രശ്നമൊക്കെ പരിഹരിച്ച് ചിലപ്പോൾ 30 ദിവസത്തിനുള്ളിൽ എങ്ങനെയെങ്കിലൊക്കെ തട്ടിക്കൂട്ടിയൊക്കെ എന്തെങ്കിലും പരാതിയൊക്കെ പ്രശ്നമൊക്കെ പരിഹരിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇഫ് ദ എംപ്ലോയി ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്, ആ കിട്ടിയ പരിഹാരത്തില് ചിലപ്പോൾ വർക്ക്മാൻ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എംപ്ലോയീസിന് സാറ്റിസ്ഫാക്ഷൻ വന്നിട്ടില്ല എങ്കിൽ they have the chance or they may prefer to make some appeal to the employer. എന്ത് ചെയ്യാം, ഇവർക്ക് വേണമെങ്കിൽ എംപ്ലോയറിനോട് എന്ന് വെച്ചാൽ കമ്മിറ്റിയിലാണല്ലോ നേരത്തെ കൊടുത്തത്, കമ്മിറ്റി ചിലപ്പോൾ പരിഹരിച്ചൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു. പക്ഷെ അതില് അവർ തൃപ്തരല്ല എങ്കിൽ അവർക്ക് വീണ്ടും അവരൊരു അപ്പീൽ വേണമെങ്കിൽ എംപ്ലോയർക്ക് കൊടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ കാരണം ചിലപ്പോ ഈ ഗ്രീവൻസ് റീഡ്രസൽ കമ്മിറ്റിയുടെ ഡിസിഷൻ തീരുമാനങ്ങൾക്ക് ചിലപ്പോൾ ഇവര് എന്താ പറയാ സാറ്റിസ്ഫൈഡ് അല്ല, അവര് പറഞ്ഞു കൊടുത്ത അല്ലെങ്കിൽ ആ സോൾവ് ചെയ്ത് കൊടുത്ത കാര്യത്തിൽ അവര് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ, എംപ്ലോയർക്ക് നേരിട്ട് അപ്പീൽ കൊടുക്കാം. ഇനി എംപ്ലോയർ വിതിൻ 1 month ഫ്രം ദ ഡേറ്റ് ഓഫ് സച്ച് അപ്പീൽ, ആ അപ്പീൽ കിട്ടിയതിന് ശേഷം ഒരു മാസത്തിനുള്ളിൽ, അപ്പീൽ എപ്പോഴാണോ എംപ്ലോയറുടെ കയ്യിലെത്തിയ അതിന് 1 മാസത്തിനുള്ളിൽ ഷുഡ് ഡിസ്പോസ് ഓഫ് ദാറ്റ് ഗ്രീവൻസ്. അത്തരം ഗ്രീവൻസുകളുടെ പരാതികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ 30 ദിവസം പറഞ്ഞിട്ട് 1 month ആണ്, ആ 1 monthനുള്ളിൽ അതിനുള്ള സൊല്യൂഷൻസ് കൊടുക്കണം. മാത്രമല്ല അതിന്റെ ഒരു കോപ്പി, അതായത് നിങ്ങളുടെ പ്രശ്നം ഇങ്ങനെ സോൾവ് ചെയ്തു, ഇന്നതാണ് നമ്മുടെ ഡിസിഷൻ എന്നുള്ള തീരുമാനമൊക്കെ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, ആ ആരുമായിട്ട് ബന്ധപ്പെട്ട ഏത് വർക്ക്മെന്റാണോ അല്ലെങ്കിൽ എംപ്ലോയീസ് കുറച്ച് കൂടുതൽ പേരുണ്ട് അവർക്ക് അതിന്റെ ഒരു കോപ്പിയും കൂടി അവർക്ക് സബ്മിറ്റ് ചെയ്തിരിക്കണം. അതാണ് അടുത്ത പോയിന്റ് പറഞ്ഞത്. 7ാമത്തെ പോയിന്റ് മനസ്സിലായോ? ഗ്രീവൻസ് റീഡ്രസൽ കമ്മിറ്റിയുടെ ഡിസിഷനിൽ ഇഫ് ദേ
the employees or the workmen are not satisfied, they can make some appeal to the employer. Employer appeal കൊടുക്കാം. The employer on receipt of the appeal കിട്ടിയതിന്റെ within 1 month should dispose of such grievance. ആ ഗ്രീവൻസിനെ എത്രയും പെട്ടെന്ന് പരിഹരിക്കണം. And a copy of the same should be given or submitted to the workmen concerned. ആരുമായിട്ട് ബന്ധപ്പെട്ട പരാതിയാണ് വർക്ക്മാൻ, അതിന്റെ ഒരു കോപ്പി ഡിസിഷൻ എടുത്ത് 1 മാസത്തിനുള്ളിൽ തിരിച്ചു. ക്ലിയർ ആയോ? മനസ്സിലായോ? ഇനി ഡൗട്ട്സ്? നമ്മളുടെ സെക്ഷൻ 9C ഈ പറഞ്ഞ റീഡ്രസലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്മിറ്റി രൂപീകരിക്കുന്നതിന്റെയും ആ കമ്മിറ്റി എന്ത് ചെയ്യണം, കമ്മിറ്റിയുടെ തീരുമാനം ശരിയായില്ലെങ്കിൽ അത് അപ്പീൽ കൊടുക്കുന്നതുമായിട്ട് ആ ഡിസ്പ്യൂട്ട്സ്, ആ തർക്കങ്ങളൊക്കെ പരിഹരിക്കുന്നതിന്റെ ആ കമ്മിറ്റിയെ കുറിച്ചിട്ടാണ് ഈ ഒരു ആക്ടില് 9C പറഞ്ഞത് കേട്ടോ. 9C ഒരു ക്ലോസ് ആണ്. അതുപോലെ A, B, C ഒക്കെ ഉണ്ടായിരിക്കും. ഡിസ്പ്യൂട്ട്സ് ആക്ട് ഒരുപാടുണ്ട്. അതിനകത്ത് ഈ സെക്ഷൻ 9C മാത്രം ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ചാണ് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, one more last ഒരു പോയിന്റ് കൂടി ഉണ്ടല്ല. If nothing contained in this section shall apply to the workman for whom there is an established grievance redressal mechanism in the establishment concerned. എല്ലാ ബിസിനസ് കൺസേണിനും എന്തുണ്ടായിരിക്കണം? ഒരു ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം അവരുടെ എന്താ പറയാ ഓർഗനൈസേഷനിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും അവർക്ക് ഒരു ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു രീതി, ഒരു തന്ത്രം, ഒരു യന്ത്രം, ഒരു എന്താ പറയാ ഒരു മെക്കാനിസം, ഒരു മെഷീനറി എന്തായാലും ഉണ്ടായിരിക്കണം. അല്ലാതെ പറ്റില്ല. അപ്പൊ 20 അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കാം. അല്ലെങ്കിൽ ആ 20 കുറവൊക്കെ ഉള്ള ആളുകളാണെങ്കിലും അവർക്ക് ഒരു മെക്കാനിസം ഉണ്ടായാൽ മതി. ഇത് എങ്ങനെയൊക്കെയാണ് നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം. അത് വളരെ നെസസറി ആണ് എന്നാണ് ഈ ആക്ട് പറയുന്നത്. അപ്പൊ ആക്ടില് 8 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, 8 പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. അത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എവിടെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരാം. അതില് ആ 8ാമത്തെ പോയിന്റിൽ വലിയ കാര്യമൊന്നുമില്ല. 8ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏത് ഓർഗനൈസേഷനും ഷുഡ് എസ്റ്റാബ്ലിഷ് എ ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം ഇൻ ദാറ്റ് എസ്റ്റാബ്ലിഷ്മെന്റ്. അവരുടെ ഓർഗനൈസേഷനിൽ ഏത് ഓർഗനൈസേഷൻ ആണ് ആ കൺസേൺഡ് ഓർഗനൈസേഷനിൽ എന്തുണ്ടാവണം? ഒരു ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം, ഒരു യന്ത്രം. എന്ന് വെച്ചാൽ യന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രൊസീജിയേഴ്സ് ഒക്കെ നമുക്ക് എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു രീതി അവരെന്തായാലും അവലംബിച്ചിരിക്കണം ഏത് ഓർഗനൈസേഷനും. അത് മസ്റ്റ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റത്തെ പോയിന്റ്. ഓക്കെ, അപ്പൊ ഏത് പ്രശ്നത്തിനും പരിഹാരങ്ങൾ കാണാനായിട്ട് ഈ കമ്മിറ്റി ആയിരിക്കും ഉണ്ടാകുക. ഇനി കമ്മിറ്റി ഇല്ലെങ്കിലും അതിനൊരു മെക്കാനിസം ഉണ്ടായിരിക്കും, എങ്ങനെ നമ്മളത് ഹാൻഡിൽ ചെയ്യും ആ ഒരു രീതി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വാട്ട് വിൽ വി ഡു, അല്ലെങ്കിൽ വാട്ട് വിൽ ബി ദ സൊല്യൂഷൻ, അതൊക്കെ കണ്ടെത്താനുള്ള കാര്യങ്ങൾ അവരുടെ കയ്യിലുണ്ടാകണം. അപ്പൊ ഇതാണ് സെക്ഷൻ 9C ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കണം കേട്ടോ. ഫുള്ള് അവർ അക്കോർഡിംഗ് ടു ഫുൾ അണ്ടർലൈൻ ചെയ്ത അതിനകത്ത് വരുന്ന മെയിൻ പോയിന്റ്സ്. അതിനകത്ത് കമ്മിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് എത്ര അധികം കൂടുതൽ ആളുകൾ വരികയാണെങ്കിൽ ഒന്നിലധികം കമ്മിറ്റി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കമ്മിറ്റിയിൽ അംഗങ്ങളുടെ എണ്ണം പറഞ്ഞിട്ടുണ്ട്. എംപ്ലോയറുടെ അടുത്തുനിന്നും ഈക്വൽ നമ്പർ തന്നെ എടുക്കണം. 6 പേരെ മാക്സിമം ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇനി സ്ത്രീകളുടെ എണ്ണം പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ആളുകളുടെ എണ്ണത്തിന് ഈക്വൽ ആയിട്ട് തന്നെ വേണം. അങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ കമ്മിറ്റി ആ ഒരു പ്രശ്നങ്ങൾ ഗ്രീവൻസുകൾ സോൾവ് ചെയ്തില്ലെങ്കിൽ അപ്പീൽ കൊടുക്കാം എംപ്ലോയർക്ക്. അത് എംപ്ലോയർ അപ്പീലിന് കിട്ടിക്കഴിഞ്ഞാൽ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ അത് ഡിസ്പോസ് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ അത് എടുത്തു പറഞ്ഞിരിക്കുന്ന നെസസറി ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഒന്ന് വായിച്ചു നോക്കിയേ ആ ഒരു പോയിന്റുകൾ 5, 6, 7, 8. വായിച്ചോ? അടുത്തത് ഗ്രീവൻസ് റെസൊല്യൂഷൻ മെത്തേഡ്സ് ആണ്.
അത് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ഗ്രീവൻസുകളെ നമുക്ക് റിസോൾവ് ചെയ്യാം, എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, അതിന്റെ മെത്തേഡുകളാണ് ഇനി പറയാൻ പോകുന്നതെല്ലാം. ഫസ്റ്റ് വൺ കളക്റ്റീവ് ബാർഗെയിനിങ് ആണ്. കുറച്ച് മെത്തേഡ്സ് ഉണ്ട്, 5 മെത്തേഡ് ഉണ്ട്. അതിലൊന്നാമത്തേത് കളക്റ്റീവ് ബാർഗെയിനിങ്. കളക്റ്റീവ് ബാർഗെയിനിങ് എന്താ? എല്ലാ എംപ്ലോയീസും കൂടി ഒരുമിച്ച് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും വിലപേശലുകൾ നടത്തുക. അതെന്ത് ചെയ്യാം? അത് അവരെ തന്നെ വിളിച്ചു നിർത്തിയിട്ട് റിസോൾവ് ടുഗദർ, എല്ലാവരെയും കൂടി വിളിച്ചു നിർത്തിയിട്ട് അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സൊല്യൂഷൻസ് അവരിൽ നിന്ന് തന്നെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി റിസോൾവ് ചെയ്യാം. അത് കളക്റ്റീവ് ബാർഗെയിനിങ്. ചിലപ്പോൾ അത് വലിയ വലിയ ഇഷ്യൂസ് ആയിരിക്കില്ല, ചെറിയ ചെറിയ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കും. അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ക്യാൻ ബി റിസോൾവ്ഡ് ടുഗദർ, ഒരുമിച്ച് അതിനെ പരിഹരിക്കാൻ പറ്റും. അതാണ് ഒന്നാമത്തെ കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്ന മെത്തേഡ്. രണ്ടാമത്തേത് മീഡിയേഷൻ ആണ്. ഇവിടെ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്വന്തമായിട്ട് ചിലപ്പോൾ നമുക്ക് അവിടെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല, സോൾവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇൻ ദിസ് മെത്തേഡ് ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഹാവ് ടു ബി ഡൺ ബൈ റെസൊല്യൂഷൻ. എങ്ങനെ റിസോൾവ് ചെയ്യാൻ പറ്റുക? അതൊരു ഫോർമൽ പ്രൊസീജിയേഴ്സിലൂടെ, ചില ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇവിടെ ചിലപ്പോൾ സ്വീകരിക്കേണ്ടി വരും. അതായത് പറ്റുമെങ്കിൽ നമുക്ക് എന്താ പറയാ, അൺബയാസ്ഡ് തേർഡ് പാർട്ടി എന്ന് വെച്ചാൽ, തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? വേറൊരാള്, വേറെ വ്യക്തികളുടെ അതിൽ വലിയ കുഴപ്പമൊന്നും കൂടാതെ, തർക്കങ്ങളൊന്നും ഇല്ലാതെ മറ്റൊരാളെയും കൂടി ചിലപ്പോൾ ഇതിനകത്ത് ഉൾപ്പെടുത്തി അങ്ങനെ വേണമെങ്കിൽ പരിഹരിക്കാം. മറ്റൊരാളുടെ വ്യവഹാരം, ആർബിട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യവഹാരമാണ്. ആരെങ്കിലും കൂടിയിട്ട് നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് വലിയ തർക്കങ്ങളില്ലാത്ത രീതിയിൽ നമുക്ക് ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ, ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രശ്നപരിഹാരം, അതാണ്. അപ്പൊ ഇവിടെ എന്താ പറയാ, ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് നമുക്ക് തന്നെ തീരുമാനങ്ങൾ എടുക്കാം, പക്ഷെ അതിനൊരു ഇന്റർമീഡിയറി, ഒരു മീഡിയേഷൻ എന്ന് പറഞ്ഞാൽ പുറത്തൊരു തേർഡ് പാർട്ടിയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് ആർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയല്ല, ആർക്കും തമ്മിൽ തർക്കിക്കാൻ. ഇപ്പൊ ആരെങ്കിലും ഫേവർ ചെയ്ത് ഈ തേർഡ് പാർട്ടി വേണമെങ്കിൽ സംസാരിക്കാം, എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്ന് പറയാം, അല്ലെങ്കിൽ എംപ്ലോയറുടെ ഭാഗത്ത് നിന്ന് പറയാം. അങ്ങനെയൊന്നുമില്ല, ഒരു അൺബയാസ് ആയിട്ട്, എന്ന് വെച്ചാൽ ആരും തമ്മിൽ തർക്കത്തിലൊന്നും ഇടവരുത്താത്ത രീതിയിലുള്ള ഒരു തേർഡ് പാർട്ടിയെ നമുക്ക് ഉൾപ്പെടുത്തി റിസോൾവ് ഈ പ്രശ്നങ്ങൾ വേണമെങ്കിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഇൻ ദിസ് മെത്തേഡ് ഇറ്റ് ഈസ് എ വോളണ്ടറി മെത്തേഡ്. വോളണ്ടറി എന്ന് പറയുന്നത് സ്വമേധയാ ഉണ്ടാക്കുന്നതാണ്. മെത്തേഡ് ഓഫ് ഹാൻഡ്ലിംഗ് ഗ്രീവിയൻസ് വിച്ച് becomes to play when the grievance says it even after the formal procedure. നമ്മൾ സാധാരണ ഔദ്യോഗികമായി എന്താ പറയാ ചെയ്യുന്ന രീതിയിൽ അത് പരിഹരിക്കാനായിട്ട് നോക്കി, പക്ഷെ എങ്കിലും അത് പറ്റിയില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു തേർഡ് പാർട്ടിയെ നമുക്ക് അതിനകത്ത് ഉപയോഗിക്കാം, റീഡ്രസ് ചെയ്യാം, പരിഹരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ തേർഡ് പാർട്ടി ആർക്കും വേണ്ടി ഫേവറബിൾ ആയിട്ട് സംസാരിക്കുന്ന ആളാകരുത് എന്ന് മാത്രം, അതിനൊരു പ്രത്യേകതയുണ്ട്. അങ്ങനെയുള്ള തേർഡ് പാർട്ടിയെ എടുത്തിട്ട് ഫോർമൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്ത് നമുക്ക് വോളണ്ടറി ആയിട്ട് അത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റും. അതാണ് മീഡിയേഷൻ എന്ന് പറയുന്നത്. ഒന്നാമത്തെ കളക്റ്റീവ് ബാർഗെയിനിങ് വേറെ ആരും ഉൾപ്പെടുത്തുന്നില്ല, എംപ്ലോയീസിന്റെ പരാതികൾ അവരെ തന്നെ വിളിച്ചുകൂട്ടി അവരുടെ ബാർഗെയിനിങ് എന്താണെന്ന് മനസ്സിലാക്കി അതിന് പ്രശ്നം പരിഹരിച്ചു കൊടുക്കുന്നു. രണ്ടാമത്തേല് വേണമെങ്കിൽ നമുക്ക് ഒരു ഫോർമൽ പ്രൊസീജിയർ തന്നെയാണ്, പക്ഷെ അതിനകത്ത് വേണമെങ്കിൽ ഒരു ഔട്ട്സൈഡറിനെ, തേർഡ് പാർട്ടിയെ നമുക്ക് ഉൾപ്പെടുത്തിയിട്ട് പ്രശ്നം വേണമെങ്കിൽ പരിഹരിക്കാൻ സാധിക്കും. ക്ലിയർ ആയോ? രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. കളക്റ്റീവ് ബാർഗെയിനിങ് അണ്ടർലൈൻ ചെയ്തേക്കാം, മീഡിയേഷൻ എന്ന് പറയുന്നതും അണ്ടർലൈൻ ചെയ്യാം. ഇറ്റ്സ് എ വോളണ്ടറി മെത്തേഡ് ഓഫ് ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് which comes into play when the grievance stays as it is even after the formal procedure is undertaken to resolve it. അവിടെ വരെ മതി, ആ സെന്റൻസിന്റെ അവിടെ വരെ കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് റിസോൾവ് ഇറ്റ് വരെ മാത്രം മതി മീഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പൊ നമ്മളിന്ന് ഗ്രീവൻസ് റെസൊല്യൂഷൻ മെത്തേഡ് ഇവിടെ നിൽക്കട്ടെ, അടുത്ത ദിവസം വേണമെങ്കിൽ ഒന്നുകൂടി പറയാം. അപ്പൊ 1-2 പോയിന്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, 1-2 മെത്തേഡ് മാത്രമേ ഗ്രീവൻസ് റിസോൾയൂഷന്റെ പറഞ്ഞിട്ടുള്ളൂ. അതിനു മുമ്പ് നമ്മൾ ഇന്ന് എടുത്തത് മുതല് ഗ്രീവൻസ് റിഡ്രസൽ പ്രൊസീജിയർ തുടങ്ങിയാണ് നമ്മൾ എടുത്തത്. അവിടെ തുടങ്ങി നന്നായിട്ട് വായിച്ചൊക്കെ നോക്കിയിട്ട് വരാം. ഓക്കെ, then see you. Bye. Thank you.